45-ാമത്തെ സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം വളരെ പരിചയമുള്ളതാണ്. അതൊന്ന് വായിക്കാം. 45-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. വിവാഹ സമയത്ത് വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഇതൊരു മശീഹ സങ്കീർത്തനമാണ്. അതുകൊണ്ട് വിവാഹ സമയത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്ന ഒരു സങ്കീർത്തനം. ഞാൻ ആ സങ്കീർത്തനത്തെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. കോരകപുത്രന്മാരുടെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തെ നമ്മൾ വായിച്ച വേദഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നത്. എപ്പോഴാണ്? അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. എപ്പോഴാണ്? എപ്പോസിഷൻ ഇല്ലാത്ത ഒരേ ഒരു ചോദ്യമാണ്. എപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും? അപ്പോൾ എന്ന് പറഞ്ഞാൽ ചോദ്യമുണ്ടല്ലോ. എപ്പോൾ? അതിന് ഉത്തരം പറഞ്ഞേ. അവിടെ തന്നെ ഉണ്ട്. എന്നെ മുഖം നോക്കിയാൽ കിട്ടില്ല. അവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞ വാക്യമാണ് അപ്പോഴേക്ക് നമ്മളെ കൊണ്ടിരുന്നത്. എന്താ വായിക്കുന്നത്? 10-ാം വാക്യം. 10-ാം വാക്യത്തിന് ആരംഭ വാക്യം എന്താ? അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്ക. അടുത്ത് അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഇവിടെ ഒരു രാജാവുണ്ട്, അല്ലെങ്കിൽ ഒരു മണവാളനുണ്ട്, പിന്നെ ആരുണ്ട്? ഒരു കുമാരിയുണ്ട്, ഒരു മണവാട്ടിയും ഉണ്ട്. മനോഹരമായ ഒരു ചിത്രമാണ്. ഇതെന്തിന്റെ ചിത്രമാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ആരെ കുറിച്ചാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ അടുത്ത വാക്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ ക്യാപിറ്റൽ ലെറ്റർ എല്ലോ ആണ് എഴുതിയിരിക്കുന്നത്. ഹി ഈസ് യുവർ ലോർഡ്. അവൻ നിന്റെ നാഥനല്ലോ എന്ന് പറഞ്ഞത് അവൻ നിന്റെ കർത്താവല്ലയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നാഥൻ എന്ന് പറയുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗം. ഇനി അത് തന്നെ മനസ്സിലാക്കാനായിട്ട് 45-ന്റെ 6-7 വാക്യങ്ങൾ നോക്കിക്കേ. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ള സിംഹാസനം, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കും. ഇതെല്ലാം ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കർത്താവിനെ കുറിച്ചാ. ഇതേ ഒരു ഉദ്ധരണി നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉദ്ധരണിയിലും ദൈവമേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്ത് ഈ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന മണവാളനെ കുറിച്ചുള്ള ഒരു ചിത്രം ഇവിടെ നമുക്ക് എടുക്കാൻ കഴിയും. അതിന്റെ ആത്മീകമായിരിക്കുന്ന 2-ാം തല ആലോചനയിൽ ചിന്തയും. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന രാജാവ് എന്ന് പറയുന്നത് മറ്റൊരാശയത്തിലാണ്. ഞാൻ ഇവിടെ ഇരുന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവൻ നിന്റെ നാഥനല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഒരു മണവാളന്റെ ചിത്രം അവിടെയുണ്ട്. അപ്പോൾ തന്നെ അവിടെ കാത്തിരിക്കുന്ന ഒരു മണവാളിയുടെ ചിത്രമുണ്ട്. ഈ 2 ചിന്തകൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇനി ഒന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. ഈ രാജാവ് രാജ്ഞിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ മണവാട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. എനിക്ക് നിന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണമെന്നുണ്ട്. അതിന് നീ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നീ കുമാരി കേൾക്ക. അപ്പൊ കുമാരി എന്ത് ചെയ്യണം? കേൾക്കണം. ഈ കുമാരി ഞാൻ പറയുമ്പോൾ ഞാൻ മറ്റൊരാശയം തന്നെ പറയാം. ഇതാരോടുള്ള സന്ദേശമാണ്? ഇതാരോടുള്ള സന്ദേശമാണ്? ഞാൻ ഓർത്തു ഞങ്ങളുടെ ഈ തെക്കേ കേരളത്തിലേ ഉള്ളൂ ബ്രദറുകാരൻ. ഇവിടെ വരുമ്പോൾ ബ്രദറുകാരുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കരുത്. ചോദിച്ച ഉത്തരം പറയാതെ മൗനമായിട്ടുള്ള ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുന്ന ആളുകളാണ് നമ്മൾ പലപ്പോഴും. അങ്ങനല്ല, എന്നോട് ഉത്തരം പറയണം. എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തതിൽ സന്തോഷം എനിക്ക് തരണം. എന്താ ആരോട് പറയുന്നേ? സഭയോട് പറയുക. എന്താ സഭയോട് പറയുന്നത്? നീ കേൾക്കണം. എന്താ കേൾക്കേണ്ടത് വിശദീകരിക്കേണ്ട വിഷയമാണ്. ഞാൻ അവിടെ ഇരുന്നും പോകുന്നില്ല. നീ കേൾക്കണം. 2, നീ നോക്കണം. എവിടേക്ക് നോക്കണ്ടേ? മണവാളനെ നോക്കണം. എന്താ കേൾക്കേണ്ടത്? മണവാളനെ കേൾക്കണം. പിന്നെ ചെവി ചായ്ക്ക്. ഇവൻ അറ്റൻഷൻ. എന്താ ചെയ്യേണ്ടത്? നീ അറ്റൻഷൻ ആയിട്ടിരിക്കണം. എന്തിനു വേണ്ടിയാണ്? നിന്റെ മണവാളൻ നിന്നോടുള്ള ബന്ധത്തിൽ പറയുന്നതും ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്താണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുവാനായിട്ട്
ഇപ്പൊ മൊബൈൽ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് കാര്യം മനസ്സിലാവും. ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇല്ല അവിടെ ഇങ്ങോട്ട് മോളെ എന്തുവാണ് ഉണ്ടാക്കിയത് കഴിച്ചതെന്ന് ഒരു പെൺകൊച്ചിന്റെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കും. കാരണം എന്താ അറിയാമോ, എന്തോ ഉണ്ടാക്കിയെന്ന് അറിയാൻ വേണ്ടി, മറ്റോ ഉണ്ടാക്കിയോന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു അന്വേഷണമുണ്ട്. ഈ അന്വേഷണം അത് നല്ലതല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയാൻ കാരണം അറിയാമോ, നീ എന്റെ അടുത്ത് വന്നെങ്കിൽ നീ എങ്ങനെ വരണം, എന്ത് ചെയ്യണം, നീ മറന്നു വരണം. അതാണ് ഒരു പ്രമാണം തന്നെയാണ്. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായിട്ട് തീരും. അപ്പോൾ ഒരു വേർപാടിന്റെ ഒരു അനുഭവമാണ് വാസ്തവത്തിൽ എന്ന് പറയുന്നത്. ഈ മണവാളനിലേക്കുള്ള ഒരു പ്രവേശനം എന്ന് പറയുന്നത്, മണവാളനോട് ഒന്നിച്ചുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഒരു ജീവിതമാണ്. അപ്പൊ മനോഹരമായ ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. അത് നാലാത്മീക ചിന്തകളായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഇനി അതിനുള്ള സമയമില്ല, അവിടെ നിൽക്കട്ടെ. എന്നിട്ട് അത് പറയുകയാണ്, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അപ്പോൾ സൗന്ദര്യത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യത ഉണ്ട്. അതവിടെ അങ്ങനെ നിൽക്കട്ടെ. ഇനി അവിടെ നിന്നിട്ട് ഞാൻ ഈ ആശയം ഒന്ന് മനസ്സിലാക്കാനായിട്ട് വരാൻ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലും ഇതേ കാര്യം ദൈവസഭയോടുള്ള ബന്ധത്തിലും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകും. ഏതൊക്കെ കാര്യങ്ങളാണോ കുടുംബജീവിതത്തിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് സഭാ ജീവിതത്തിലും അധിഷ്ഠിതമായിരിക്കുന്നത്. ഈ ചിന്ത കുടുംബജീവിതത്തിൽ നിന്ന് ഞാൻ സഭയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നോട് ചേർന്ന് ഈ വിഷയത്തിൽ നിങ്ങളൊന്ന് സഞ്ചരിക്കാനായിട്ട് ഇടയായിട്ട് തീരണം. ഇത് ഞാൻ പറയുമ്പോൾ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം പോലെ ഞാൻ ഏകദേശം ഒരു 7 കൂട്ടം കാര്യങ്ങളാണ് ഈ വിഷയത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ 7 കൊണ്ട് 2 കൂട്ടം കാര്യങ്ങൾ പോലും പറയാൻ എനിക്ക് സമയം ഇല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വിഷയം നമുക്ക് വിഭാഗിച്ച് തരുന്നത് പോലെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി ഞാൻ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് കുടുംബജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട പ്രമാണങ്ങൾ, അത് സഭാ ജീവിതത്തിലും ദൈവമക്കൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. ഏതൊക്കെയാണ് ഈ പ്രമാണങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ്, ദൈവസഭയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന തത്വം എന്ന് പറയുന്നത് എന്താ ദൈവസഭയുടെ അടിസ്ഥാന തത്വം? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിളിക്കാറുണ്ട് 7 pillars ഓഫ് ദി ചർച്ച്. ദൈവസഭയുടെ അടിസ്ഥാന തൂണുകൾ എന്തൊക്കെയാണ്? അടിസ്ഥാന തൂണാണ്. കുഞ്ഞുങ്ങളെന്ന് പറയാമോ, യുവ സഹോദരന്മാരെന്ന് പറയാമോ? അതിനുശേഷം അവർ പറയാൻ ആഗ്രഹിച്ചിരിക്കുക. പറഞ്ഞു കുട്ടികളെ പറ, ഏതാ ദൈവസഭയുടെ അടിസ്ഥാന തൂണുകൾ എന്ന് പറയാൻ? എന്താ ഇത് നമ്മൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എന്താ പറയുക? എന്തൊക്കെയാണ് ദൈവസഭയുടെ അടിസ്ഥാന തൂണുകൾ എന്ന് പറയുന്നത്? പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 41-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. അന്ന് 3000-ഓളം പേർ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം വിട്ടു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകും. ഇതാണ് 7 കൂട്ടം കാര്യം. 7 കൂട്ടം കാര്യങ്ങളുണ്ടോ? ഉണ്ടോ? ഏതൊക്കെയാണ് വഹിക്കപ്പെട്ടത്? അവർ വാക്ക് കൈകൊണ്ടു, അഥവാ അവർ രക്ഷിക്കപ്പെട്ടു. 2 സ്നാനപ്പെട്ടു. 3 സ്കിപ്പ് ചെയ്ത് പോകരുത്. 3-മതൊരു കാര്യത്തെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം. അതെന്താണ്? അവരോട് ചേർന്നു. മറ്റൊരു തരം ഞാൻ ഇങ്ങനെ പറയാം, അവരെ വിട്ടു, എന്നിട്ട് അവരോട് ചേർന്നു. ആരെ വിട്ടു? അതുവരെ ഉണ്ടായിരുന്നവരെ വിട്ടു. രാജാവെന്താ പറഞ്ഞത്? സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അപ്പോൾ വാസ്തവത്തിൽ ദൈവസഭയ്ക്കും ഒരു സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷൻ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വാക്ക് കൈക്കൊണ്ടവർ സ്നാനപ്പെട്ടവർ അടുത്തത് ചെയ്ത കാര്യം അവര് വേർപെട്ടു. ഇനിയാണ് നമ്മൾ വായിക്കുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. നമ്മൾ ചെയ്യുന്നതിന് ഏറ്റവും ആദ്യം ചെയ്യാൻ പറയുന്നത് ഏതൊക്കെയാന്ന് പറഞ്ഞു? ഏതൊക്കെയാണ് നമ്മുടെ ഓർഡർ? എന്ന് പറയാമോ?
രക്ഷിക്കപ്പെട്ടു, ശരിയാണ്. സ്നാനപ്പെട്ടു, ഇനി സൂക്ഷിച്ചു പറയണം. വേർപെട്ടു, അത് പിന്നെ കളയാൻ പറ്റില്ല. അപ്പൊ നോക്കി പ്രാർത്ഥന കഴിച്ചു, ഇല്ലയോ? പ്രാർത്ഥന കഴിച്ചു. നമ്മൾ ഈ 4 എണ്ണത്തിൽ വളരെ തൃപ്തരായി പോയിക്കൊണ്ടിരിക്കുക. ഒരു പ്രയോജനവും ഇല്ല. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ദൈവമക്കളുടെ ഒരു വിഷയം, എത്ര നാളായി പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവും ഇല്ല. ശരിയല്ലേ? ദൈവമക്കൾ ചിന്തിച്ചേ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉത്തരവില്ലാത്ത കൃത്യമായ ഒരു ഓർഡർ അവർ കൊടുത്തിട്ടുണ്ട്. ഇല്ലേ? കൃത്യമായ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഓർഡർ? അവർ വാക്കിലായിക്കൊണ്ടവർ സ്നാനമേറ്റു, അവർ വേർപെട്ടു, അവരോട് ചേർന്നു, അവർ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, എപ്പോഴാ പ്രാർത്ഥിച്ചത്? അത് അവസാനമാണ്. അവർക്ക് ചെയ്യാൻ കൊടുത്തിരുന്ന ഈ പ്രമാണം മുഴുവൻ അവർ ചെയ്ത് കഴിഞ്ഞേക്ക ഒടുവിലത്തെ ഒരു ഭാഗമാണ്. എന്താ? അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടിയതാ ഓടിയങ്ങൾ വരുന്നു, പിന്നെ വന്നാണെന്ന് പ്രാർത്ഥന, പ്രാർത്ഥിക്കുന്നു, പരിപാടി കഴിഞ്ഞു, നമ്മൾ പോയി. അപ്പോൾ ഒരു കൃത്യമായ ഓർഡർ നൽകിയിരുന്നു. അപ്പോൾ അവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. ഇങ്ങനെ ഒരു നല്ല അടിസ്ഥാനപരമായ 7 തൂണുകളാണ് ദൈവസഭ എങ്ങനെ ആയിരിക്കുന്നത്, ആരംഭം കുറിച്ചിരിക്കുന്നത്. അതിന്റെ ആരംഭം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇന്നും ദൈവസഭയുടെ പദ്ധതി അങ്ങനെ. ഇതിനെ ആരും ബ്രേക്ക് ചെയ്യരുത്, ഇതിനൊരു ദോഷവും ഉണ്ടാകാൻ പാടില്ല. ഇത് ദൈവസഭയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായ പില്ലറാണ്. അത് മനസ്സിലിരിക്കട്ടെ. ഇനി കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ പറയാം. ഒരു കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ 7 തൂണിൽ അധിഷ്ഠിതമാണ്. പക്ഷേ ആ 7 തൂണും ഈ നിലയിലുള്ള തൂണല്ല. എന്നാൽ ഈ 7 തൂണുകളും ദൈവസഭയോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് സഭ മനോഹരമായിട്ട് തീരുന്നത്. ഞാൻ ഉദാഹരണം ഇങ്ങനെ പറയാം. 7 പില്ലറുകൾ താഴേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പില്ലറോട് ഒരു പ്രയോജനമില്ല. മനസ്സിലായോ? പക്ഷെ ഈ പില്ലർ നമ്മൾ ചേർത്ത് ബന്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അതിനൊരു ഷേപ്പ് ഉണ്ടാകും, അതിനൊരു രൂപം ഉണ്ടാകും, അതിനൊരു മനോഹാരിത ഉണ്ടാകും. വാസ്തവത്തിൽ അതാണ് ദൈവവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യം. അടിസ്ഥാനപരമായി ദൈവസഭയുടെ 7 പില്ലറുകളാണ് നമ്മൾ കണ്ട 2:41. എന്നാൽ അതിനെ മനോഹരമാക്കുന്ന, ആ സഭയെ മനോഹരമാക്കുന്ന, കുടുംബജീവിതത്തെ മനോഹരമാക്കുന്ന 7 സ്പിരിച്വൽ ആയിരിക്കുന്ന പില്ലറുകൾ അതിനോട് ചേർത്ത് വെക്കുമ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് തീരും. അങ്ങനെ ഒരു കുടുംബജീവിതമാണോ സമാജീവിതമാണോ നമുക്കുള്ളതെന്ന് തുടർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ ഈ ആശയം ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഞാൻ ഓർപ്പിച്ച പോലെ എന്നോട് ചേർന്ന് ചിന്തിക്കുക. ഇത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഞാൻ സഭയിലേക്ക് ആ വിഷയം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എല്ലാം ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ആശയത്തിലും ആംഗിളിൽ നിന്നാണ് ഞാനത് ചിന്തിക്കുന്നത്. എഫേസ്യർ 5-ന്റെ 25-ാമത്തെ വാക്യം. ഒന്നാമത്തെ ഒരു പ്രമാണം കൊടുക്കുക. ഞാൻ അതിനെ ഇങ്ങനെ പറയാം. ഒന്നാമത്തെ ഒരു പില്ലർ. അടുത്തത് ഈ നിലവിലുള്ള 7 പില്ലറിനോട് സഭയുടെ ബന്ധത്തിൽ ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പില്ലർ. ഈ കുടുംബജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്താ? ഒരു കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഞാൻ പറഞ്ഞത് കാര്യം നിസ്സാരമാണ്, പക്ഷെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. കുടുംബജീവിതത്തിന്റെ നിലനിൽപ്പ് ഏതിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ്? സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് കുടുംബ ജീവിതം. ഈ ഒരു പക്ഷേ ഈ ഭർത്താവും ഭാര്യയും 2 പേരും രണ്ടിടത്തുള്ളവരാണ്, വിവാഹമൊക്കെ കഴിഞ്ഞെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ 2 പേരും പ്രതീക്ഷിച്ച് ഒരു എക്സ്പെക്ടേഷനിലായിരിക്കില്ല ഫാമിലി ലൈഫ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിച്ചതോ ഭർത്താവിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിച്ചതോ ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ വരുന്നത്. അപ്പോഴാണ് ഈ ഇടയ്ക്കൊക്കെ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പറയുന്നത് താന് കോണം തിരിച്ചറിഞ്ഞത് ഇപ്പോഴല്ലേ എന്ന് പറയുന്നത്. കാര്യം ചിരിക്കുമ്പോൾ അങ്ങനെയാണോ നിങ്ങളെന്ന് എനിക്കൊരു സംശയിക്കാറില്ല. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്ത് മനസ്സിലായത്, എന്ത് പിടികിട്ടിയത്? ഈ പുള്ളിയുടെ ഇങ്ങനെ വാക്ക് നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. പേടിയാ ചില വാക്കുകൾ പറയാം. അപ്പോൾ അതൊരു പൊതുവായി പറയുന്ന വാക്കാണ്. പുള്ളിയുടെ തനി സ്വഭാവം അല്ലെ പുള്ളിക്കാരിയുടെ തനി നിറം വെളിപ്പെടുന്നത് എപ്പോഴാണ്? എന്നിട്ട് ആദ്യം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമായിരുന്നു. അന്നിപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ
വെളിപ്പെട്ട് വന്നു. ഇത് വെളിപ്പെട്ട് വന്നിട്ടും പിന്നെയും ഇത് കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താ? ഒരു പ്രമാണം ദൈവമക്കൾക്കുണ്ട്. എന്താ പ്രമാണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് എന്ത് ചെയ്യണം? ഭാര്യയെ സ്നേഹിക്കണം. അപ്പോൾ കുടുംബജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് കുടുംബജീവിതം സ്നേഹത്താൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒന്നാണ്. ഞാൻ ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. കുടുംബജീവിതത്തിൽ സ്നേഹം പോയാൽ ആ കുടുംബജീവിതത്തിൽ നിലനിൽപ്പ് ഇല്ല. എന്നാൽ ഈ കുടുംബജീവിതത്തിൽ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ എന്തുകൊണ്ടേ കഴിയുള്ളൂ? സ്നേഹം കൊണ്ടേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാനത് വിശദീകരണത്തിന് ആവശ്യമില്ല. കുടുംബജീവിതത്തിൽ സ്നേഹം ഏറ്റവും പ്രാധാന്യമാണ്. എപ്പം വരെ സ്നേഹിക്കേണ്ടത്? മരണം വരെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരു ശരീരമായിട്ട് തീരുകയാണ്. ഒരു ശരീരം നിശ്ചലമായി മാറ്റപ്പെടുന്നത് വരെ എന്ത് ചെയ്യണം? ഈ സ്നേഹം തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ആ സ്നേഹം അങ്ങനെയാണ്. അത് ദൈവവചനത്തിന്റെ ഒരു പ്രമാണമാണ്. ദൈവമക്കളായ നമ്മൾ കുടുംബജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നതും കാത്തു സൂക്ഷിക്കേണ്ടതുമായ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? നമുക്ക് എക്സ്പ്ലനേഷൻ നൽകിയിരിക്കും. ഇവിടെ വന്നിട്ട് പറയേണ്ട ദൈവദാസൻ ജോലി വന്നിട്ടുണ്ട്. അതൊരു കുടുംബജീവിതം നയിക്കുന്നത് പോലെ നമുക്ക് നയിക്കണമെന്നൊരു ദൃഷ്ടാന്തമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ എന്റെ കുടുംബജീവിതത്തിൽ എത്തി നോക്കണ്ട. അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ആരുടെയും ഒരു കുടുംബജീവിതത്തെ ദൃഷ്ടാന്തമായിട്ട് കാണിച്ചിട്ടല്ല കുടുംബജീവിതം എങ്ങനെ പോകണമെന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കുടുംബജീവിതത്തെ കാണിക്കാതെ മറ്റൊരു കാര്യം കാണിച്ചിരിക്കുന്നത് എന്താണ്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ കർത്താവ് സഭയെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ വേണം കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കാനായിട്ട്. ഈ സ്നേഹത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട വാക്കുകൾ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. 3 അതിൽ കൂടുതലുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിച്ചേക്കുന്ന 3 വാക്കുകൾ. അതിൽ ഒന്നാമത്തെ വാക്കാണ് നമ്മൾ എപ്പോഴും പറയുന്ന അഗാപ്പെ എന്ന് പറയുന്ന ഒരു പദം. രണ്ടാമത്തെ ഒരു വാക്കാണ് ഫിലിയോ എന്ന് പറയുന്ന ഒരു പദം. മൂന്നാമത്തെ ഒരു വാക്കാണ് യുറോസ് എന്ന് പറയുന്ന ഒരു പദം. ഇത് വിശദീകരിക്കുന്നില്ല, ഞാൻ മനസ്സിലാക്കാനായിട്ട് പറയാം. ഈ നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹത്തെയോ സ്വർഗീയ സ്നേഹത്തെയോ വെളിപ്പെടുത്താൻ ബൈബിളിൽ എപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് എന്ത്? അഗാപ്പെ എന്ന് പറയുന്ന വാക്ക്. 2 ഫിലിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഫിലദൽഫിയ സംഭവമൊക്കെ നമ്മൾ കേട്ടില്ലേ ബൈബിളിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ ബ്രദർലി ലവ്, സാമൂഹിക സ്നേഹം. നമ്മളെ ഈ കണ്ടപ്പോൾ ആളുകളെല്ലാം ബ്രദറുകാരെന്ന് വിളിച്ച കാര്യമില്ല. എന്താ പറഞ്ഞോ? നിങ്ങൾ ഇരിക്കുന്നതായിട്ട് എനിക്കൊരു സങ്കടം. എന്താ കാരണം? നമ്മുടെ പിതാക്കന്മാരുടെ എത്തോണോ ഞാൻ പറഞ്ഞത്? ഇല്ല. പിതാക്കന്മാര് അവർ ഒരുമിച്ച് കൂടി അവർ തമ്മിലുണ്ടായിരുന്ന ആത്മീക കൂട്ടായ്മ കണ്ടു കഴിഞ്ഞപ്പോൾ ലോകം അവരെ നോക്കിയിട്ട് പറഞ്ഞു, അവരാണ് ആര്? ബ്രദർ എന്ന് പറഞ്ഞാൽ ഇവര് വഴിയൊക്കെ ഒരുമിച്ച് കൂടും. ഞാനിതിന്റെ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം, ഇവരിങ്ങനെ പഠിക്കാൻ പോകും. പ്രത്യേകിച്ച് എസ്കറ്റോളജി, അതായത് ഭാവികാല ശാസ്ത്രം പഠിക്കാനായിട്ട് ഇങ്ങനെ കൂടിയിരിക്കും. അവർക്ക് ക്യൂരിയോസിറ്റിയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി ഇരുന്ന് പണ്ട് പറഞ്ഞു ഇവര് പഠിച്ചും പറഞ്ഞു ഇങ്ങനെ ഇരുന്നിട്ട് പിരിയാനായിട്ട് മനസ്സില്ലാതെ വരുമ്പോൾ പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് രാത്രിയിൽ എല്ലാവരും പോളൊക്കെ അടച്ച് വെളിയിലേക്ക് ഇറങ്ങി വെളിയിൽ വന്ന് നിൽക്കുമ്പോഴും അവിടെ നിന്ന് കൈ കൊടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇതിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ നാട്ടുകാർ പോകാനായില്ലയോ എന്നിട്ട് ഒരു പോവുകയില്ല. അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, വചനം വായിക്കുന്നു, പിന്നെയും പിരിയാതെ നിൽക്കുന്ന കണ്ടപ്പോൾ ലോകം വിളിച്ചതാണ് അവരുടെ ആ സ്നേഹം ഒന്ന് കണ്ടേ. അവരാരാണ്? നമ്മുടെയൊക്കെ മാറും പോസ്റ്ററും പ്ലേയും ഒക്കെ മാറ്റേണ്ട സമയമായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ നോക്കിയിട്ടല്ല, ഞാൻ പലരുടെയും മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. ദൈവത്തോട് ഞാൻ പറയട്ടെ, നമുക്ക് ഇന്ന് എന്ത് കുറഞ്ഞു പോയിരിക്കുന്നു? സ്നേഹം കുറഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ കുടുംബജീവിതത്തിൽ സ്നേഹം കുറഞ്ഞു പോയാൽ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്. കുടുംബജീവിതം ആകമാനം അസ്വസ്ഥമായിട്ട് തീരും. താളപ്പിഴകൾ അവിടെയായിട്ട് സംഭവിക്കും. അത് കുഞ്ഞുങ്ങളെ ബാധിക്കും, തലമുറയെ ബാധിക്കും, കുടുംബം ശിഥിലമാകും. ഒത്തിരി പ്രതിസന്ധികൾ ഈ കുടുംബജീവിതത്തിൽ സ്നേഹമില്ലാതായാൽ സംഭവിക്കും. ഇനി ആ സെയിം വിഷയത്തെ ഞാൻ ഇവിടെ കൊണ്ടുവരട്ടെ. ദൈവസഭയുടെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ഈ 7 പില്ലേഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോരോ സ്പിരിച്വൽ തൂണുകളാണ്, പില്ലറുകളാണ്. അതിൽ ഒന്നാമത്തെ വിഷയമാണ് എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ സഭാ ജീവിതത്തിൽ സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സഭാ ജീവിതത്തിനും ഉലച്ചിൽ
വരും. അത് തലമുറകൾക്ക് ദോഷമായി ബാധിക്കും. അത് ആ ദേശത്ത് ദൈവനാമം ദുഷിക്കപ്പെടുന്നതിന് കാരണമായിട്ട് തീരും. നിങ്ങൾ നോക്കുക, ഈ ഫിലിയോ ലവ് എന്ന് പറയുന്നത് അതെപ്പോഴും എന്നെ നീ സഹായിച്ചാൽ അത് എന്നോട് ചേർന്ന് നിന്നാൽ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കാം എന്ന് പറയുന്ന ഒരു സ്നേഹമാണ്. അപ്പോൾ ഒരു സഹോദരൻ എനിക്ക് കൈ തന്നാൽ ഞാൻ ആ സഹോദരനും പറ കൈ കൊടുക്കും. സഹോദരി നോക്കി ചിരിച്ച സഹോദരിക്ക് ഞാൻ തിരിച്ചൊരു ചിരി സമ്മാനിക്കുക, എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും എന്നോട് ഇങ്ങനെ ചെയ്താൽ ഞാൻ തിരിച്ചും ചെയ്യാം. ഇതാണ് ആ സ്നേഹത്തിന്റെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ സ്നേഹം യൂറോസ് എന്ന് പറയുന്നത് അത് കുടുംബജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അത് എപ്പോഴും എന്തെങ്കിലും പ്രതീക്ഷിക്കുക, എന്തെങ്കിലും തന്നാൽ തരുന്നത്തോളം ഞാൻ ഇനിയാണ് സ്നേഹിക്കാം. അതാണ് പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹമായിരുന്നു. പക്ഷെ ഈ രണ്ടെണ്ണവും അല്ല ആദ്യം പറഞ്ഞിരിക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? അത് നീ തന്നാലും തന്നില്ലേലും, നീ എന്റെ അടുത്ത് നമ്മൾ വീർപ്പിച്ചിരുന്നാലും വീർപ്പിച്ചിരുന്നില്ലേ, നീ എന്നെ ചിരിച്ചു കാണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്നേഹിക്കും. അൺകണ്ടീഷണൽ ലവ് എന്നാണ് ഞാൻ ഇവിടെ വിളിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് നോക്കി കൃത്യമായിട്ട് കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കിയിട്ടല്ല നമ്മെ സ്നേഹിച്ചത്. മറിച്ച് നമ്മൾ അയോഗ്യരാണെന്ന് കണ്ടിട്ട് ആ അവസ്ഥയിൽ തന്നെ നമ്മെ സ്നേഹിച്ചു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവൈൻ ലവ് അഥവാ സ്വർഗീയമായ സ്നേഹം എന്ന് പറയുന്നത്. ദൈവമക്കളെ, വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ഒരു സഭാബന്ധത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തായിരിക്കണം? സ്നേഹമായിരിക്കണം. നമ്മുടെ സ്നേഹം പറഞ്ഞാൽ നമ്മുടെ പ്രാദേശിക സഭകളെ അത് വല്ലാതെ ബാധിക്കുവാൻ ഇടയായിട്ട് തീരും. ധാരാളം തെളിവുകൾ ഈ ഭാഗങ്ങളിലുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊന്ന് പറയാം. ഈ എഫേസ്യ ലേഖനത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ വാസ്തവത്തിൽ ഈ എഫെസോസിലുള്ള വിശ്വാസികളെ പ്രബോധിപ്പിക്കുക. അപ്പോൾ തന്നെ ആ പ്രബോധനത്തിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കുക. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? 1-ന്റെ 1-ാമത്തെ വാക്യം. അവിടെ നിങ്ങൾ നോക്കിയേ, ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താ? എഫെസോസിലുള്ള. ഇപ്പൊ അത് വെട്ടാൻ പോകണ്ട, പക്ഷെ അത് വായിക്കുമ്പോൾ നിങ്ങൾ എഫെസോസിലുള്ളത് നല്ല വായിക്കട്ടെ. പിന്നെങ്ങനെ വായിക്കണം? അതാണ് നമ്മൾ ബ്രാക്കറ്റിലിരിക്കുന്നത്. ഓക്കെ, ഈ പൗലോസ് എടക്കരയിലുള്ള വിശുദ്ധന്മാരായവർക്ക് എഴുതുന്നത്, എഫെസോസിലുള്ളവർക്ക് എഴുതുകയാണ്. അതൊരു പൊതുവായ ലേഖനമാണ്. എന്നാൽ ആ ലേഖനം ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയയിലുള്ളവർക്ക് മാത്രമുള്ളതല്ല. ഇത് എടക്കരയിലുള്ളവർക്ക് ഉള്ള ലേഖനമാണ്. ഇത് പവാരിയിലുള്ളവർക്ക് എഴുതിയിരിക്കുന്ന ലേഖനമാണ്. അപ്പോൾ ഈ ലേഖനം നമ്മോട് അല്പം കൂടെ കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കുക. നമ്മോട് ചില കാര്യങ്ങൾ ഈ ലേഖനത്തിലൂടെ പറയാനായിട്ടുണ്ട്. അപ്പോൾ എടക്കരയിലുള്ള വിശ്വാസികളോട് എന്താ ഈ ലേഖനത്തിൽ പറയാനുള്ളത്? ഈ സ്നേഹത്തെ കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു മറ്റേത് ലേഖനത്തെക്കാളും പൗലോസ് എഫേസ്യ ലേഖനത്തിലാണ് ആ വാക്കിന് ഏറ്റവും കൂടുതൽ മൂല്യം കൊടുത്തിരിക്കുന്നത്. അത് പറഞ്ഞ് പൗലോസ് തുടങ്ങുമ്പോൾ തന്നെ 1-ാം അധ്യായം വായിക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹത്തിൽ മുൻനിയമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോക്കിയ 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ അപ്രമേയമായ സ്നേഹത്തെ പൗലോസ് തിരിച്ചറിഞ്ഞിട്ട് ആ സ്നേഹം തന്റെ മക്കളിൽ ഉണ്ടാകണമെന്നുള്ളത് പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ലേഖനത്തിൽ പൗലോസ് 5 കാര്യങ്ങൾ സ്നേഹത്തിൽ ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിൽ ചെയ്യാനായിട്ട് നമുക്കത് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കാം. 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 3-ന്റെ 17 വരം നൽകണമെന്നും പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. പൗലോസ് എഫെസോസിലുള്ള വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പൗലോസ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട് സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് പറയുകയാണ്, എഫെസോസിലുള്ള വിശ്വാസികൾ അവർ സ്നേഹത്തിൽ എങ്ങനെയാണ് വേരൂന്നുന്നവരായിട്ട് തീരണം എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ പൗലോസ് എന്തിനോട് ഉപമിച്ചത്? ഒരു വൃക്ഷത്തോട് ഉപമിച്ചു. വൃക്ഷത്തോട് ഉപമിച്ചിട്ട് പറയാണ്, ഈ എഫെസോസിലുള്ള വിശ്വാസികൾ അവർ സ്നേഹത്തിൽ വേരൂന്നുന്ന ഒരു ജീവിതം നയിക്കണം. ഒരു വൃക്ഷമായിട്ട് അവർ തീരണം. ജനജീവിതത്തോടെ ഞാൻ മനസ്സിലാക്കാൻ പറയാം. ഇടയ്ക്കലുള്ളവർക്ക് പൗലോസ് പരിശുദ്ധാത്മാവിനാൽ യോഗ്യതനായിട്ട് എഴുതിയപ്പോൾ പറയാണ്, ഇടയ്ക്കലുള്ള
വിശ്വാസികൾ സ്നേഹത്തിൽ വേരൂന്നുന്ന ഒരു ജീവിതം നയിക്കണം. എന്താ ഈ വേരൂന്നുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, പുതിയ ദൈവവിശ്വാസികളോടുള്ള ബന്ധത്തിലും നീതിമാന്മാരോടുള്ള ബന്ധത്തിലും ഒക്കെ ബൈബിൾ വെളിപ്പെടുത്തുമ്പോൾ വൃക്ഷത്തോട് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. 1-ാം സങ്കീർത്തനം തൊട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അവൻ ആചരിക്കുന്നത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലമാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല വൃക്ഷം, മനോഹരമായ വൃക്ഷമായിട്ട് ഇരിക്കണമെങ്കിൽ 100% മനസ്സിലാക്കിക്കൊള്ളുക, അതിന്റെ താഴ്വേര് താഴേക്ക് പോയിട്ടുണ്ട്, താഴേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതം വാസ്തവത്തിൽ എങ്ങനെയായിരിക്കണം? നമ്മുടെ ആത്മീയ ജീവിതം, സഭാജീവിതം എങ്ങനെയായിരിക്കണം? കുടുംബജീവിതം എങ്ങനെയായിരിക്കണം? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അവർ തമ്മിൽ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ, ആ കുടുംബജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി ഇവർക്ക് തമ്മിലുള്ള സ്നേഹം വളരെ ദൃഢമായിരിക്കണം, ആഴത്തിലുള്ളതായിരിക്കണം. ഞാൻ സാധാരണ ഇങ്ങനെ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുള്ളത്, മഴക്കാലം വന്നാൽ കറക്റ്റ് ഭാര്യയുടെ ഭർത്താവിന്റെ സ്നേഹം എന്താണെന്ന് അറിയാം. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, മഴക്കാലം വന്നു കഴിയുമ്പോൾ ഒരു കുടയെ വീട്ടിലുണ്ടെങ്കിൽ കുടയെ കൂടി വെളിയിലോട്ട് ഇറങ്ങിപ്പോകും. വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ രണ്ടുപേരും ഒരേ കുടയ്ക്കല്ല, നടക്കാറില്ല, രണ്ടുപേരും ഒരു കുടയ്ക്കകത്ത് നടക്കുന്നെങ്കിൽ കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള പൊരുത്തം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാം. നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല സ്നേഹമാണെങ്കിൽ രണ്ടുപേരുടെയും രണ്ട് സൈഡും നിങ്ങൾ പ്രതികരിക്കുന്നില്ല, അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയുന്നില്ല. രണ്ടുപേരുടെ രണ്ടു വശവും നനയും. കാരണം എന്താ? അച്ഛൻ നനയാതിരിക്കാൻ അമ്മാമ്മ ചേർത്ത് പിടിക്കുമ്പോൾ അമ്മാമ്മ നനയാതിരിക്കാൻ അച്ഛൻ ചേർത്ത് പിടിച്ചു കൊടുക്കുമ്പോൾ അത് രണ്ടുപേരും നനയും. എന്നാൽ ഒരല്പം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഒരാള് നനയും. രണ്ടുപേരും പ്രശ്നമാണെങ്കിൽ മനുഷ്യരുടെ മുന്നിൽ കാണുമ്പോഴാണ് പിടിക്കത്. ഒരാൾ അങ്ങോട്ട് നോക്കി ഞാൻ മാനലിരി എന്തിനാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ പിന്നെ നിങ്ങളോട് കൂടിയിട്ടുണ്ടോ എനിക്കും പ്രശ്നമാണെന്ന് പറഞ്ഞ ഒരാള് അങ്ങോട്ട് ചുരുക്കം ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു യഥാർത്ഥ സ്നേഹത്തിലല്ല നമ്മൾ തോന്നിക്കണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നമ്മുടെ ഇടയിൽ സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ അത് സഭാ ജീവിതത്തിൽ വെളിപ്പെടും. അത് നമ്മുടെ ആത്മീയ അന്തരീക്ഷത്തെ പരിപൂർണമായിട്ട് മാറ്റും. ഈ ചിന്ത നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. ഇത് മനസ്സിലാക്കിയിട്ട് പൗലോസ് പറയാണ്, കർത്താവ് ഈ വിശ്വാസികൾ, പൗലോസ് കുട്ടുകാരെന്ന് പ്രാർത്ഥിക്കുക, ഇവരൊന്ന് സ്നേഹത്തിൽ വേരൂന്നിയിരുന്നെങ്കിൽ ഈ വൃക്ഷമാകുന്ന വിശ്വാസി സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ദൈവമേ, അതിനൊന്ന് വരം നൽകണമേ. എഫെസോസിലെ വിശ്വാസികൾ സ്നേഹത്തിൽ ഒന്ന് വേരൂന്നുവാൻ അവരെ സഹായിക്കണം. ഞാനത് പറയാനായിട്ട് ഒരു പശ്ചാത്തലം കൂടെ പറയാം. ഈ കർത്താവ് പത്രോസിനോട് പറഞ്ഞൊരു വാക്കാണ്. പത്രോസ് പിന്മാറിയൊക്കെ പോയി യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ എത്തുമ്പോൾ കർത്താവ് അവന് വേണ്ടി ചെയ്യുന്നതൊക്കെ ചെയ്ത് അവരുടെ അടുക്കിലേക്ക് പോകാം. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. പുള്ളി എന്താ പറഞ്ഞേ? പിന്നെ ആ ചോദിച്ചില്ലല്ലോ, എനിക്ക് സ്നേഹമില്ലെന്നോ? എനിക്ക് സ്നേഹമുണ്ട്. ഉടനെ പറയാം, എന്റെ ആടുകളെ മേയിക്കാം. വാസ്തവത്തിൽ പുള്ളിക്ക് സ്നേഹമുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞു ഇത് പറയുമ്പോൾ വാസ്തവത്തിൽ സ്നേഹമുണ്ടോ? ഇല്ല. പക്ഷേ കർത്താവിന്റെ മുമ്പിൽ ഉണ്ടെന്ന് ധരിപ്പിക്കാൻ പുള്ളി എതിരെയാണ്. പിന്നെ നമ്മളോടാണോ സ്നേഹത്തെ കുറിച്ച് എനിക്കറിയാം. സ്നേഹമുണ്ടോ? എനിക്കുണ്ട്. കർത്താവിനോട് സ്നേഹമുണ്ട്. വാസ്തവത്തിൽ പത്രോസിനോട് കർത്താവിനോട് അവിടെ സ്നേഹമില്ല. ഹൃദയത്തിനുള്ളിൽ നിന്ന് സ്നേഹമില്ല. ഞാൻ പിന്നാലെ വെളിപ്പെടുത്താം. യാതൊരു സ്നേഹവുമില്ല. പക്ഷേ കർത്താവ് എന്റെ ആടുകളെ മേയ്ക്കാം. എന്നിട്ട് പുള്ളി മനസ്സിൽ പറഞ്ഞ ഇങ്ങനെയാ, ഈ ആടിനെ കുറച്ചുകൂടെ നന്നായി ഞാൻ ചെയ്തോളാം, മേയിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരാശയം ഞാനിങ്ങനെ പറയാം, നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലെങ്കിലും നമുക്കും ആടിനെ മേയ്ക്കാൻ പറ്റും, സഭയിൽ വരാനും പറ്റും, എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും. പക്ഷെ കർത്താവിന് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. ഇന്ന് രാവിലെ ദൈവത്തോട് ഞാൻ പറയട്ടെ, കുടുംബജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത്. ആ സ്നേഹത്തിൽ ഉറച്ചിൽ പറഞ്ഞാൽ കുടുംബജീവിതത്തെ വല്ലാതെ ബാധിക്കും. അത് തലമുറകളെ ശിഥിലമാക്കുമെന്നുള്ള യാഥാർത്ഥ്യമുള്ളിരിക്കുമ്പോൾ തന്നെ ഈ വിഷയം സഭയിലേക്ക് വരുമ്പോൾ പൗലോസ് വളരെ വേദനയോടെ പ്രാർത്ഥിച്ചിട്ട് പറയാ, ഇവരൊന്ന് സ്നേഹത്തിൽ വേരൂന്നിരുന്നെങ്കിൽ ഇവർ എത്രയോ ധന്യരായി തീരുമാനം. ഒരു പടുവൃക്ഷം പോലെ ആയി തീരുവാൻ കഴിയും എന്ത് സ്നേഹമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു തലമുറ ഞാൻ പറയാം. നമ്മുടെ ഇടയിലുള്ള ആത്മീയ ജീവിതത്തിന്റെ സ്നേഹബന്ധം, ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹബന്ധം അഗാധമായ സ്നേഹബന്ധമാണെന്നുണ്ടെങ്കിൽ സഭ എന്ത് ചെയ്യുന്നറിയാമോ? പറഞ്ഞേ, സഭ വളർന്നുകൊണ്ടേയിരിക്കും. എന്താ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരു അവലോകനം നടത്തുകയും ഞാൻ ഈ നാളുകളിൽ ഇങ്ങനെ ഒരു പഠനമൊക്കെ എന്റെ മനസ്സിൽ കൂടെ നടത്തുകയും ചിന്തിക്കുകയും ചെയ്തു. എന്തൊരു നമ്മുടെ സഭകൾക്ക് വളർച്ചയില്ലാതെ എന്താ കാരണം? നമുക്ക് വിധിക്കണ്ട, പക്ഷെ നമുക്കൊന്ന് മനസ്സിലാക്കണം. എന്താ കാരണം?
കാരണം അടിസ്ഥാനപരമായി വേണ്ടിയ വിഷയം നമ്മുടെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ താഴേക്ക് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വൃക്ഷം ഒരു മനോഹരമാകുമായിരുന്നു, ഇതിന് അല്പം കൂടി വളർച്ച ഉണ്ടാക്കുമായിരുന്നു, ഇത് പെരുകിയാണ്. എന്നാൽ നമ്മളിത് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ വിഷയത്തെ ഇന്ന് രാവിലെ ആരും മറന്നു പോകരുത്. നമുക്കൊരു മാറ്റം അനിവാര്യമാണ്. അപ്പോൾ ഓരോ സ്നേഹത്തിൽ ചെയ്യാൻ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നണം. ഇനി അടുത്ത ചേർത്ത് പറയാം, അവർ സ്നേഹത്തിൽ വേരൂന്നി. അടുത്തത് അടിസ്ഥാനപ്പെട്ടവരായിട്ട് തീരണം. അടിസ്ഥാനം എന്തിനോടൊപ്പം ബന്ധത്തിലുള്ളതാണ്? അടിസ്ഥാനം എന്തിനാ? ഒരു കെട്ടിടത്തിനാണ് അടിസ്ഥാനമുള്ളത്. അപ്പൊ വിശ്വാസി എന്തിനോട് ഭവിച്ചു? ഒരു കെട്ടിടത്തോടൊക്കെ ചേർത്ത് വെച്ചു. എന്നിട്ട് പറയാം, ഇവരെങ്ങനായി തീരണം? ഇവർ അടിസ്ഥാനമുള്ളവരായി തീരണം. ഏതെങ്കിലും അടിസ്ഥാനം ഇടണം? ഇവർ സ്നേഹത്തിൽ ഒരു അടിസ്ഥാനം ഇടണം. ഇതാണ് പൗലോസ് ഇവിടെ ആഗ്രഹിച്ചത്. ഞാൻ ഇത് മനസ്സിലാക്കാനായിട്ട് കാര്യം പറയാം. അത് ഞാൻ ഈ പത്രോസിന്റെ ജീവിതത്തിൽ തന്നെ പറയാം. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് പറയാണ്, ഉപ്പ് കർത്താവ്. പിന്നെയും ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കും? ഉടനെ പറഞ്ഞു, ഉപ്പ് കർത്താവ്. പിന്നെയും ചോദിച്ചു, എന്തിനീ 3 പ്രാവശ്യം ചോദിക്കും? എന്തിനാ കർത്താവ് 3 പ്രാവശ്യം ചോദിക്കും പത്രോസിനോട്? ഈ പത്രോസ് കൊടുത്ത റിപ്ലൈക്ക് അതൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് ചോദിച്ചു, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? എന്താ അവിടെ ഇരിക്കുന്നത്? ഇവരിലധികമായി എന്തൊക്കെയാണ് ഇരിക്കുന്നത്? 153 പേരുന്ന മീൻകൂട്ടം പിടിച്ച മീനിരിക്കുന്നു, വലയിരിക്കുന്നു, പടകിലിരിക്കുന്നു. ഇതെല്ലാം വെച്ചേക്ക് ഒരു വലിയ ഭൗതിക നന്മ ഇപ്പൊ കിട്ടിയിരിക്കുന്നു. ഇതെല്ലാം വെച്ചേക്ക. ഉടനെ കർത്താവ് ചോദിക്കുക, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു? അപ്പം പത്രോസ് പറയുകയാണ്, ഉപ്പ് കർത്താവ്. ഇതിനെ കുറിച്ച് ഒത്തിരി തിയോളജിമാർ എഴുതിയിട്ടുണ്ട്. ഞങ്ങളെ ദൈവം പഠിപ്പിച്ച ബഹുമാനായ ഡോക്ടർ OM സന്തോഷ് സാർ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ ഗ്രീക്ക് വാക്കെടുത്ത് ഒന്ന് വിശദീകരിക്കാൻ ഇടയായിട്ട് തീർന്ന വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ആ പദത്തിന്റെ യഥാർത്ഥ അർത്ഥം ഇങ്ങനെയാണ്. ഡു യു ലവ് മീ മോർ ദാൻ ദീസ് എന്ന് ചോദിച്ചപ്പോൾ ഡു യു ലവ് എന്ന് ഉപയോഗിച്ചതിന് കർത്താവ് ഉപയോഗിച്ച വാക്ക്, കർത്താവ് സ്നേഹിച്ചവൻ, ഞാൻ അഗാപ്പ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചത്. നീ എന്നെ സ്നേഹിക്കുന്നു. എങ്ങനെ? ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ എന്നെ സ്നേഹിക്കും. അവിടെ പത്രോസ് മറുപടി കൊടുത്തു, ഉപ്പെന്ന് കൊടുത്തതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ രണ്ടാമത് പറഞ്ഞ വാക്കാ. എങ്ങനെയാ? ഫിലിയോ. പിന്നെ ആ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കും. ആളുകൾ സ്നേഹിക്കാൻ തയ്യാറാണ്. എനിക്ക് നിന്നെ നീ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ സ്നേഹിക്കാം, ഒരു സഹോദരനെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിന്നെ സ്നേഹിക്കാം. രണ്ടാമത് കർത്താവ് ഇതേ വാക്ക് ചോദിച്ചു, ഡു യു ലവ് മീ? അവിടെയും കർത്താവ് ഉപയോഗിച്ച വാക്കാണ്. നീ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ അതുപോലെ സ്നേഹിക്കുന്നു. അവിടെയും പത്രോസ് കൊടുത്ത മറുപടി, ഒരു സഹോദരനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കും. മൂന്നാമത് കർത്താവ് ഇത് തിരിച്ചറിഞ്ഞൊരു ചോദ്യം ചോദിച്ചു, ഡു യു ലവ് മീ? അവിടെ കർത്താവ് ഉപയോഗിച്ച വാക്ക് ഏതാണെന്നറിയാമോ? ഫിലിയോ. രണ്ടാമത്തെ പദമാണ്. എന്ന് പറഞ്ഞാൽ, എടാ പത്രോസേ, എന്റെ ഭാഷയാണ്, എടാ പത്രോസേ, ഒരു സഹോദരനെ പോലെ നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുമോ? നീ പറഞ്ഞ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്നു. ഒരു സഹോദരനെ പോലെ നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? അടുത്ത വാക്കുകൾ നമ്മൾ വായിക്കുന്നേ. എന്താ വായിക്കുന്നേ? പത്രോസ് പത്രോസ് ദുഃഖിച്ചു. പത്രോസ് ഒരു കാര്യം മനസ്സിലായി. എന്നാ മനസ്സിലായത്? തന്റെ ഹൃദയത്തിൽ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്നു കർത്താവ് എന്നുള്ള കാര്യം പത്രോസിന് മനസ്സിലായി. അടുത്ത വാക്ക് പറയുക പത്രോസിന് എന്താണ്? കർത്താവിന്റെ സകലമായി. അത് കേവലം പാലിച്ചു വിടാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത് പത്രോസിനെ ആരിലേക്ക് കെട്ടിപ്പിടിക്കുക. കർത്താവെ പറ്റിപ്പോയി. എന്നെ ആ ഉള്ളിലിരിപ്പ് ആര് മനസ്സിലാക്കി? കർത്താവെ നീ തിരിച്ചറിഞ്ഞു. ഞാൻ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്നുള്ളൂ. കാരണം എന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലമാണ്. ഞാനിപ്പോ ഒറ്റപ്പെട്ടു, ഞാൻ ഏകനാ, എനിക്കിനി ഒന്നുമില്ല. ഞാനൊരു സഹോദരനെ പോലെ ഇനിയുള്ള കാലം നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുക. ഈ ആഗ്രഹം പറഞ്ഞ പത്രോസ് നിൽക്കുന്നെങ്കിൽ ആ പത്രോസിനെടുക്കൽ കർത്താവ് വന്നിട്ട് പറയുക, പത്രോസ് ഒരു സഹോദരനെ പോലെങ്കിലും നിനക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് കഴിയുമോ? ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിനോട് ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് കർത്താവിനോടും നമുക്ക് കർത്താവിനോടും സ്നേഹമുണ്ടോ? ഏത് സ്നേഹമാണ് നമ്മളിലുള്ളത്? കർത്താവ് നമ്മെ പഠിപ്പിച്ചത് എങ്ങനെ സ്നേഹിക്കാം? ഒരു വലിയ ആശയക്കുഴപ്പമുണ്ട്. നമ്മളെല്ലാം സ്നേഹിക്കുന്നവർ, നമ്മളീ ഫിലിയോ ഭയങ്കരമായിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അത് വേണ്ട, അത് വേണം. അതിനപ്പുറത്തൊരു സ്നേഹം നമുക്ക് വേണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പിക്കും. നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ സഹോദരിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയില്ലേയോ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാലും ഈ സ്നേഹത്താൽ നമുക്കിതൊന്ന് മാറ്റുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഇതാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം.
സഭാജീവിതത്തിലും അനിവാര്യമായിരിക്കുന്നത്. കർത്താവ് ധാരാളം ദൃഷ്ടാന്തങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കണം ആരാധനയോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിലൊക്കെ നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറയട്ടെ, ഈ അടിസ്ഥാനപരമായിട്ട് നമുക്ക് സ്നേഹത്തിൽ അടിസ്ഥാനമായിരിക്കുന്ന അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. ഇത് പൗലോസ് ഈ സ്നേഹത്തിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്. ഇനി മൂന്നാമത്തെ വിഷയം നോക്കിയ 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 4-ന്റെ 2-ാമത്തെ വാക്യം. സ്നേഹത്തിൽ ചെയ്യാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്തിൽ ചെയ്യാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ബെയറിംഗ് വിത്ത് വൺ അനദർ ഇൻ ലവ്. അതിനാ ബെയറിംഗ് എന്ന് പറയുന്ന വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പരിഭാഷകൾ എങ്ങനെയാണ്? സഹിക്കണം, പൊറുക്കണം എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. നല്ലൊരു പദമാണ് സഹിക്കണം എന്ന് പറഞ്ഞാൽ ചിലരെ സ്നേഹത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? ചിലർ സഹിക്കാൻ വലിയ പാടാണ്. ഞാൻ സഭയിലെ കാര്യം പറയാം. ചിലർ സഹിക്കാൻ ഭയങ്കര പാടാണ്, ഉൾക്കൊണ്ടിട്ട് പോകാൻ വലിയ പാടാണ്. എങ്ങനെ പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതിനുള്ള പ്രമാണം പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, സ്നേഹത്തിൽ അന്യോന്യം വഹിക്കണം, സ്നേഹത്തിൽ അന്യോന്യം സഹിക്കണം. ഈ കുടുംബജീവിതത്തില് ഒരു പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു. ഇതിന് പ്രമാണം ഇല്ല. ഏതാ പ്രമാണം? ഇത് വിരിക്കാൻ പറ്റുകയില്ല. വിരിയത്തില്ലാത്തത് കൊണ്ട് ഇത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, ഇത് കർത്താവിന്റെ വരവ് വരെയോ മരണോ വരെയോ വേർപെടുത്താനാവാത്ത ഒരു അമൂല്യമായിരിക്കുന്ന ബന്ധമാകിയാൽ എന്ത് വന്നാലും എന്ത് ചെയ്യണം? ഇത് പോണം. അതിനൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കോളം ഉള്ള കോപം വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ചില വീടുകളിലൊക്കെ ചിലപ്പം പ്രശ്നമാണ്. സൂര്യൻ അസ്തമിച്ച് 3 സൂര്യൻ ഒന്നിച്ച് അസ്തമിച്ചിട്ട് മറ്റൊന്നുമില്ല, ഇങ്ങനെ പോകും. ഏതായാലും ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാം, ശനിയാഴ്ച വരെ ഇത് കൊണ്ടുപോകാതെ ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഇങ്ങോട്ട് വരും അറിയാൻ പാടില്ല. അതുകൊണ്ട് വരാനായിട്ട് പാടില്ല. അത് ഒരാഴ്ച വരെയും ദൈവമൊക്കെ പിടിച്ചു വെക്കും. ചിലപ്പോൾ അസ്വസ്ഥതയൊക്കെ കാണിച്ചെന്നിരിക്കാം. പക്ഷേ ദൈവസന്നിധി വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ പ്രശ്നത്തിന് പരിഹാരമാണ്. നമ്മൾ സ്നേഹത്തിൽ സഹിക്കാനുള്ളവരാ, നമ്മൾ പൊറുക്കാനുള്ളവരാ. ഞാനിത് പറയുമ്പോ നിങ്ങൾക്കറിയാമല്ലോ, ഈ മദർ തെരേസ എന്ന് പറയുന്ന ആ വലിയ കുറിച്ച് കേട്ടിട്ടുണ്ട്. നോബൽ സമ്മാനമൊക്കെ ലഭിച്ച മദർ തെരേസ. മദർ തെരേസ കൽക്കട്ടയിൽ വന്ന് തന്നെ മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഒരിക്കലും തെരുവിലൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. തെരുവിലൂടെ നടന്നപ്പോൾ ചെവിക്കുഴിയിൽ കറുത്ത വെള്ളം ഒഴുകുക, ആ വേസ്റ്റ് വെള്ളം ഒഴുകുന്നതിൽ അതൊരു കുഞ്ഞ് കിടന്ന് കിടക്കുന്ന കാഴ്ചകളുണ്ട്. അപ്പൊ ഈ സ്ത്രീ ഇറങ്ങി അവിടേക്ക് പോയി ഈ കുഞ്ഞിനെ എടുത്ത് ഈ കുഞ്ഞ് മുറിവുകൾ കടിച്ച് അതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ ഞെരുവിൽ കൊണ്ടുകൊണ്ടിരിക്കുക. അതിന് മുമ്പെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഈ സ്ത്രീ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് തന്റെ നേരിന്റെ അകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് പെട്ടെന്ന് കൊണ്ടുപോയി തന്റെ റൂമിൽ കൊണ്ടുപോയി ശുശ്രൂഷയൊക്കെ തുടങ്ങി. ആ കുഞ്ഞിനെ ഏകദേശമൊക്കെ കുഴപ്പമില്ലാതായപ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിലൊരു ചിന്ത, ഇറങ്ങി ഇനിയും നോക്കാം, കുഞ്ഞുങ്ങൾ ഇതുപോലൊക്കെ കിടക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഇറങ്ങി വന്നു പലതവണ ഇദ്ദേഹത്തിന് ആരെ കെട്ടിയെന്നറിയാമോ? ഇതുപോലെ കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കളയുന്ന, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കളയുന്ന പെൺകുഞ്ഞുങ്ങളെ ധാരാളം കിട്ടി. ഈ കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. പക്ഷെ വലിയൊരു പ്രതിസന്ധി നേരിട്ടു. ഈ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെ. അപ്പോൾ ഈ സ്ത്രീ ചെയ്യുന്ന ഒരു കാര്യം, ഇവര് ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് രാവിലെ പിരിവിനാണ് ഇതിനോട് ഇങ്ങനെ പോയി വഴിയിൽ പോയി കാണുന്നവരൊക്കെ വിഷയം ചോദി. അങ്ങനെ ഇതൊക്കെ പോയി വലിയ പണമുള്ള ഒരു അമ്പലത്തിന് മുമ്പിൽ പോയി നിന്നു. അമ്പലത്തിന് മുമ്പിൽ പോയി നിന്നപ്പോൾ ഒത്തിരി ആളുകൾ വരുന്നു. ഈ കുഞ്ഞിനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിലേക്കിയാണ്. വിരുന്നറൊക്കെ ഒരാളോട്ട് പോയി പൈസ കൊടുക്കും, അതൊട്ടും മേടിച്ചോണ്ട് വന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുക. ഇതായിരുന്നു ആദ്യ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആ ഒരു വലിയ മനുഷ്യൻ ആ കാലത്ത് ഒരു അംബാസഡർ കാറിൽ വന്നു. ഇതിന് മുമ്പിൽ കൊണ്ട് നിർത്തി നേരെ മുകളിലേക്ക് കയറി പോയി. തിരിച്ച് ഈ മനുഷ്യൻ ഇറങ്ങി വരുമ്പോൾ ഈ സാധു സ്ത്രീ കുഞ്ഞിനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലത്തെ കൈ കവിയേറ്റിട്ട് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ കണക്കിച്ച് ഈ മനുഷ്യൻ അദ്ദേഹം ആ മദറിന്റെ മുഖത്തേക്ക് തുപ്പി. നിങ്ങൾക്ക് എന്താ ചെയ്തെന്നറിയാമോ? മദർ തെരേസ ഈ മലത്തെ ചൂണ്ടുവരുമ്പോൾ ഈ കാക്കിച്ച് തുപ്പിയ തുപ്പലെടുത്ത് ഇങ്ങനെ എടുത്ത് വെളിയിലേക്ക് കളഞ്ഞിട്ട് വീണ്ടും ഈ മലത്തെ കൈ വീട്ടിട്ട് പറഞ്ഞു, സാർ എനിക്കുള്ളത് കിട്ടി, കുഞ്ഞിനുള്ളത് എന്തെങ്കിലും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. ആ മനുഷ്യൻ അന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ മരണം വരെ ആ അഗതി മന്ദിരത്തിന് വേണ്ടുന്ന ഫുഡ് കൊടുക്കുന്ന പറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹം
ആ സ്നേഹത്തിന്റെ യഥാർത്ഥ മഹത്വം അത് വെളിപ്പെടുത്തേണ്ടതാ. അത് നമ്മുടെ മുഖത്തേക്ക് കർപ്പിച്ചു വരുന്ന തുപ്പല് തിരിച്ചു തുപ്പിയല്ല നാം അത് കാണിക്കേണ്ടത്. മറിച്ച് പ്രിയപ്പെട്ടവരെ, സഹിക്കാൻ നമുക്ക് കഴിയണം. പോട്ട് ക്ഷമിച്ചു കളയണം. അങ്ങനെ പൊറുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത് ശിഥിലമായിപ്പോ. അത് കുടുംബജീവിതമാകട്ടെ, സമാന്തമാകട്ടെ, അത് ഉളച്ചു വരും, അതിന് പരാതികൾ വരും, അതിന് പരാജയം വരും. ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാ, ദൈവമേ, ഈ എഫെസോസിലുള്ള അല്ല ഇടയ്ക്കിടെയുള്ള വിശ്വാസികൾ എല്ലാം ഒന്ന് സഹിക്കാം, ഒന്ന് ക്ഷമിക്കുവാൻ, ഒന്ന് പൊറുക്കുവാൻ സ്നേഹത്തിൽ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. രാവിലെ ദൈവത്തോട് ഞാൻ പറയട്ടെ, നമ്മളിലുണ്ടോ സഹോദരനോട് കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞു, സഹോദരി എന്നോട് ക്ഷമിക്കണം, പറ്റിപ്പോയി എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനെ സകലം അറിയുന്നു എന്ന് പത്രോസ് പറഞ്ഞ് കർത്താവിന്റെ പാദത്തിലേക്ക് ചെന്നപോലെ പറയാൻ നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതവും സമാജ ജീവിതവും എല്ലാം പരാജയം ആയിരിക്കും. ഇവിടെ പൗലോസ് അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുവാൻ ഇടയായിട്ട് തരണം. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പോലെ ഇതിനുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാനുള്ള ചില റെഫറൻസ് ഞാൻ പറയുന്നതേ ഉള്ളൂ. 1 പത്രോസ് 4-ന്റെ 8-ാമത്തെ വാക്യം. 1 പത്രോസ് 4-ന്റെ 8. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ ചേർത്ത് പറയുന്നുണ്ട്, സ്നേഹം പാപങ്ങളുടെ ലഘുത്വത്തെ നിങ്ങൾ നോക്കിയേ. അപ്പോൾ നമുക്ക് ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത് സ്നേഹമാണ്. നമ്മളിപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, അവന് മൂക്കി ചട്ടത്താണ് എന്താ പറയാ, ഞങ്ങളുടെ നാട്ടിൽ ശുണ്ടി എന്ന് പറയും ഇല്ലേ, മൂക്കിന്റെ അറ്റത്താണ് അവന്റെ ദേഷ്യം എന്ന് പറയും. മൂക്കിന്റെ അറ്റത്ത് എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ അറ്റത്ത് അങ്ങനത്തെ സംവിധാനമുണ്ടോ? അങ്ങനൊന്നും എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമുണ്ടെങ്കിലും പുള്ളിക്ക് ഒന്നേ അറിയത്തുള്ളൂ. എന്നാ എനിക്കൊരു അറിയാവുന്ന ഒരാളെ ഞങ്ങൾ പലപ്പോഴും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ പോകാറൊക്കെ ഉണ്ട്. എന്ത് കാര്യമുണ്ടോ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വളരെ വിദഗ്ധനാണ്. മനസ്സിലായോ? ഒരു കാര്യമില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്നുള്ളത് ഇവിടത്തിനെന്താ സൗകര്യ സ്റ്റിക്കർ ഒട്ടിച്ചേക്കും. ഇത് ഇപ്പൊ തൊട്ടിക്കണം. ഒരു കാരണവും വേണ്ട, എന്തെങ്കിലും ഒരു കാരണം എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി ഒരു പ്രശ്നം ഉണ്ടാകും. ഇത് ചിലരുടെ ഒരു നേച്ചറാണ്. ഞാൻ പറയട്ടെ, ഇത് കുടുംബജീവിതത്തിലുണ്ട്, ഇത് സഭാജീവിതത്തിൽ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഒരിക്കലും ഒരു കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥ ഉണ്ടായിട്ടുള്ള ഭർത്താവ് പോയി മുട്ട മേടിച്ചോണ്ട് വന്നു. മുട്ട മേടിച്ചോണ്ട് വന്നിട്ട് മുട്ട വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരാമോ? ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊണ്ട കൊടുത്തത്, ഞാൻ കുടിക്കാൻ തന്ന മുട്ട നീ ഓംപ്ലേറ്റ് മേടിച്ചു, ഓംപ്ലേറ്റ് ഉണ്ടാക്കണം, മുട്ട നീ കാരണം വല്ലതും വേണോ? അതിനായിരുന്നു അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കുവാനാണ് നിങ്ങൾക്ക് എളുപ്പമാണ്. എന്നാൽ ഇന്ന് രാവിലെ ദൈവങ്ങളോട് പറയട്ടെ, നമുക്ക് ഏറ്റവും മൂക്കിന്റെ അറ്റത്തുണ്ടായിരിക്കേണ്ടത് എന്തായിരിക്കണം? എന്താ? ദേഷ്യമല്ല, അയ്യോ അത് പിന്നെ പറയാറ്, സ്നേഹമായിരിക്കണം. നമ്മുടെ മൂക്കിന്റെ അറ്റത്ത് സ്നേഹമായിരിക്കട്ടെ. സ്നേഹം പാവങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുമ്പോൾ നമുക്ക് തമ്മിൽ സ്നേഹിപ്പാൻ, കർത്താവ് നമ്മെ സ്നേഹിച്ച പോലെ സ്നേഹിപ്പാൻ, എല്ലാവരെയും സ്നേഹിപ്പാൻ ഇടയായിട്ട് തരണം. ഇത് വേറെ കാര്യം നമ്മളിൽ ഇല്ലെങ്കിൽ ഇത് കാണില്ല. നമുക്ക് പരസ്പരം സ്നേഹിപ്പാൻ, നമുക്ക് ആ ഒരു ഉചിതമായിരിക്കുന്ന സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ഇടയായിട്ട് തരണം. സദൃശവാക്യം 10:12 വായിക്കാമോ? സദൃശവാക്യം 10:12. സദൃശവാക്യം 10:12. മതി. ഈ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. എന്താ ഇപ്പൊ ഞാൻ മനസ്സിലാക്കാനായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഈ കുടുംബജീവിതത്തിൽ അമ്മയിലേക്കൊക്കെ നിങ്ങളുടെയൊക്കെ ഇരിപ്പുണ്ട്, കുടുംബജീവിതമൊക്കെ പരിപൂർണ്ണ ഒരു വിഷയമില്ലാതെ പെർഫെക്റ്റ് ആണുള്ളത് അതിൻ്റെ ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഈ അസ്വസ്ഥതകളുണ്ട്. അസ്വസ്ഥത എന്ന് വെച്ചാൽ വലിയ വിഷയമൊന്നും അല്ല, വിവാദങ്ങളുണ്ട്. എങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് സ്ത്രീജനം വിലക്കിനെ മാത്രമല്ല, ചിലപ്പോൾ പെട്ടെന്ന് അപ്സെറ്റാണ്. അപ്പൊ അതിന് ചെയ്യുന്ന ഒറ്റ വഴിയുണ്ട്. എന്താ പറയാമോ? ഒന്ന് പോയിട്ട് ഒന്ന് തോന്നല ഓൾറെഡി അറിയാതെ പറഞ്ഞു തീർന്നു, വിഷയം പിടിയോ. ഇതൊന്ന് പറയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ എന്റെ ഭാര്യ പറയാണ്ട് ഇതൊന്നും നേരത്തെ പറഞ്ഞുകൂടാ, ഇത്ര നേരം വെച്ചോണ്ടിരിക്കുന്ന ഒരു ആവശ്യം പ്രിയോ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടത് ഇത് നിസ്സാരമാണ്. പക്ഷെ ഇതിന് എന്ത് വേണം? ഞാനും ഒരു വീട്ടിൽ നിന്നാണ് വന്നത്, എനിക്ക് കൊണ്ട് അപ്പനും അമ്മയൊക്കെ ഞങ്ങൾ ഇന്ന വീട്ടിലെയാ എന്ന് പറഞ്ഞ് നമ്മൾ തന്റെ കാണിച്ച എന്താ പോകുന്നതെന്ന് അറിയാമോ? എന്താ പോകുന്നേ? പറഞ്ഞേ, എന്താ പോകുന്നേ?
നമുക്കുള്ള ഹൃദയം നഷ്ടപ്പെടുകയാണ്. നമുക്കുള്ള ഹൃദയം നഷ്ടപ്പെടുക. അപ്പൊ ഒരു പക്ഷേ വിഷയങ്ങൾ ഉണ്ടായേക്കാം, വിഷയങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നത്. ഞാനത് എപ്പോഴും പറയും, ഈ ചിലരൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ടോ, ഇനി ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. 2 കുടുംബത്തിൽ നിന്ന് വന്ന, 2 കൾച്ചറിൽ നിന്ന് വന്ന, 2 സാഹചര്യത്തിൽ നിന്ന് വന്ന, 2 യോഗ്യതകളുള്ള വ്യക്തികൾ ഒന്നായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിലിരിക്കാൻ എന്തുകൊണ്ടേ കഴിയുള്ളൂ? ഈ സ്നേഹം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ഈ സ്നേഹത്താൽ സകല പാപത്തെയും ലംഘനങ്ങളെയും മൂടുവാനായിട്ട് കഴിയുമെന്നുള്ളത് കൊണ്ട് സ്നേഹമാണ് കുടുംബജീവിതത്തിൽ വ്യാപരിക്കേണ്ടത്. ഇതുപോലെ ഞാൻ ദൈവങ്ങളോട് പറയട്ടെ, നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. ആ സ്നേഹം വല്ലാതെ പ്രതിഫലിക്കണം. അത് നമ്മുടെ ജീവിതത്തിലൂടെ ഒഴുകട്ടെ. ദൈവമക്കൾക്ക് തമ്മിൽ ആ ഒരു സ്നേഹം വ്യാപരിച്ചിട്ട് സഹോദര പോട്ട് എന്ന് പറയാൻ ഇടയായിട്ട് തരണം. ഞാൻ നല്ലൊരു ദൃഷ്ടാന്തം ഇതൊന്ന് സൂചിപ്പിക്കാം. ഈ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിലേക്ക് വരാമോ പെട്ടെന്ന്? ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 45-ാം വാക്യം. ഒത്തിരി ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്, സമയമില്ല. പെട്ടെന്ന് പറഞ്ഞു പോകാം, മനസ്സിലാകാൻ. പശ്ചാത്തലം നിങ്ങൾക്കറിയാം. യോസേഫ് മിസ്രൈമിൽ എത്തിയിരിക്കുകയാണ്. അവിടെ വെച്ച് തന്റെ സഹോദരന്മാര് ഭക്ഷണമൊക്കെ എടുക്കാനായിട്ട് അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യോസേഫ് പറയുന്ന ഒരു വാക്കാണ്, എന്നെ ഇവിടെ വിറ്റ് കളഞ്ഞതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കണം. കാരണം ഇവരുടെ മനസ്സിൽ ഒരു വലിയ ബുദ്ധിമുട്ടിലൂടെ പോവുക. എന്താണെന്നറിയാമോ? അതുവരെയും യോസേഫ് തന്നെ വെളിപ്പെടുത്തിയില്ല. പക്ഷെ ഇപ്പോൾ യോസേഫ് തന്നെ വെളിപ്പെടുത്തി, നിങ്ങൾ പണ്ട് വിറ്റ് കളഞ്ഞ ആ സഹോദരൻ വന്നപ്പം പറഞ്ഞ പച്ചക്കള്ളം നിങ്ങൾക്കറിയാം. അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഞങ്ങള് ഇത്ര മക്കളായിരുന്നു, ഞങ്ങളുടെ അപ്പൻ ഇപ്പോൾ അവിടെ ഉണ്ട്, ഇതിൽ ഒരുവൻ നേരത്തെ പോയി, പിന്നെ ഒരുവനുണ്ട്, അവനെ വീട്ടിൽ വെച്ചിട്ടാകുന്നു, അവൻ ഇളയവനാണ്, ഞങ്ങളുടെ അപ്പൻ ഈ ദുഃഖത്തോടെ ഇരിക്കും, അവന്മാരാണ്, ആവരാതെ കേൾക്കണം. പച്ചക്കള്ളം ആരോഗ്യ പറയാനെ യോസഫിന് മുമ്പ് പറയാം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ യോസഫ് ഇതെല്ലാം കേട്ട് ഓരോരുത്തരെ വിലയിരുത്തുക. ഇപ്പോൾ ഇവർക്ക് എന്തില്ല? ഒരു പശ്ചാത്താപം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ വിറ്റ് കളഞ്ഞവൻ, നീ ചത്തെന്ന് പറഞ്ഞ അവനെ വലിയ കളിയാക്കിയവൻ, ഇതാണ് ആ സിംഹാസനത്തിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവനോട്. അതിവര് മറന്നുപോവുക, എന്നിട്ട് വീണ്ടും ആവർത്തിക്കുക. ഞാൻ പറയട്ടെ, തെറ്റ് ചെയ്തു, അബദ്ധം പറ്റിപ്പോയി, അതിനൊക്കെ അനുതാപം അവർക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ള ആ ആളുകളെ അടുത്തേക്ക് വിളിച്ചിട്ട് യോസേഫ് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരിക എന്നിട്ട് പറയുക, നിങ്ങൾ എന്നെ വിറ്റ് കളഞ്ഞു, നിങ്ങൾ വിഷാദിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട. ഇത് പറയാൻ എന്ത് വേണോ അറിയാം, പറ. ഇത് പറയാൻ എന്ത് വേണം? ഞാനൊരു കാര്യം പറയാം. മാനുഷികമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, അവനെ ഒരു പണം പഠിപ്പിച്ചിട്ട് അവനൊരു പണം പഠിപ്പിച്ചിട്ട് ഞാൻ കാരണം നീ എന്നോട് ചെയ്തത് അത്ര ദോഷമായില്ലേ. അതുകൊണ്ട് ഒരു പക്ഷെ നമ്മുടെ മാനുഷികമായ വശം നമ്മളെ ശ്രദ്ധിക്കും. എന്നാൽ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുള്ളൂ? ഞാനത് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. യോസേഫ് ഈ പൊട്ടക്കണത്തിലേക്ക് വീണപ്പോൾ ഇതേ കരഞ്ഞിലാണ്, ഞാൻ എന്ത് ചെയ്തില്ല അവനോട്, ഞാൻ ഒരു ദോഷം ചെയ്തില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. എന്റെ അപ്പം പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ചെയ്തു. ഞാൻ ഇവരുടെ അടുക്കലേക്ക് ക്ഷേമം അന്വേഷിക്കാൻ നോക്കും, അതിലല്ല ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ അപ്പൻ എനിക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു തന്നതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട് ആ സഹോദരങ്ങൾക്കിടയിൽ. പക്ഷെ ഈ മനുഷ്യൻ ഒന്നും ചെയ്തില്ല. കിണറ്റിലേക്ക് വീണ, പൊട്ടക്കിണറ്റിൽ കിടന്ന് ഈ മനുഷ്യന്റെ കണ്ണ് നനഞ്ഞത് സ്വർഗം മാത്രമേ കണ്ടുള്ളൂ, മറ്റാരും കണ്ടില്ല. ഇന്ന് രാവിലെ ഞാൻ പറയാം ദൈവങ്ങളോട്, അത് കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുള്ളത് ഒരു ചിന്ത ദൈവമക്കളായി നമുക്ക് വേണം. ഒരു വിഷയമാണ്, ഒരു വേദനമാണ്. കുടുംബജീവിതത്തിലാട്ടെ, സഭാജീവിതത്തിലാട്ടെ, പ്രിയപ്പെട്ടവരെ, നെഞ്ചുപിടയുന്ന വേദനയോടുകൂടി ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒരു തുള്ളി കണ്ണുനീര് വീണാൽ ആ കണ്ണുനീര് തുരുത്തിയിൽ വെച്ചിട്ട് അതിന് ഉത്തരം തരുന്നത് ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. നമ്മൾ പരസ്പരം എന്തിനു പോകാൻ പാടില്ല, മണ്ണിലേക്ക് പോകാൻ പാടില്ല. നമുക്ക് സ്നേഹമാകണം, ആ സ്നേഹത്തിൽ വേണം കാണാൻ. അതുകൊണ്ടാണ് യോസേഫ് പറഞ്ഞത്, എന്നെ വിറ്റ് കളഞ്ഞോർത്ത് നിങ്ങളിനിയും വിഷമിക്കേണ്ട, മാനപ്പെടുകയും വേണ്ട. അടുത്ത വാക്ക് നോക്കിയേ, നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ നയിച്ചതാണ്. ഇന്നലെ ഇവിടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നാ പറഞ്ഞത്? ബൈബിൾ ക്ലാസ് നടത്താനിരുന്നതാണ്. പക്ഷേ നടന്നില്ല. ഉടനെ നമ്മളെന്താ ചെറുത് പറഞ്ഞു? എന്താ പറഞ്ഞേ? ഇങ്ങനെയാണ് ദൈവത്തിന്റെ പദ്ധതി. ഇന്നലെ ആ പ്രിയ ഭവനത്തിലുള്ള അച്ഛൻ പറഞ്ഞപ്പോ ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് ഇത് മാറുമ്പോ അച്ഛൻ എന്തൊരു പ്രശ്നമായിരിക്കും, പിന്നെ മാറ്റിക്കൊണ്ട് പോകാം. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന്, ദൈവത്തിന്റെ പദ്ധതിയെ അവിടെ നടക്കൂ. ആ ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കാൻ ദൈവം ചെയ്യുന്ന കാര്യത്തെ ഓർത്ത് നമ്മൾ
ഞാൻ സഹിക്കുന്നു, ഞാൻ ഒതുങ്ങുന്നു, ഞാൻ എല്ലാം ക്ഷമിക്കുകയാ, അതവിടെ നിന്ന് അറിയുന്നു. ആ ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ ഇടയായിട്ട് അതിനാണ് ഈ തിമോഥെയോസിന്റെ ലേഖനം ഒടുവിലേക്ക് വരുമ്പോൾ 2 തിമോഥെയോസ് 3:1 പെട്ടെന്ന് വായിക്കാം. 2 തിമോഥെയോസ് 3:1 എന്ന് പറഞ്ഞേ അവിടെ ഈ അന്ത്യകാലത്തിന്റെ ഒരു കൃത്യമായ ലക്ഷണം പറയുന്നുണ്ട്. 2 തിമോഥെയോസ് 3:1 വാക്യം. മനുഷ്യ സ്വസ്നേഹികളായിട്ട് തീരും. നിങ്ങൾ ഇനി കാലഘട്ടത്തെ ഒന്ന് മനസ്സിലായിരിക്കും. ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയാമോ? ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മനുഷ്യര്, ഞാനും എന്റെ കുടുംബമോ ബാക്കിയല്ല, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ മതിൽ കിട്ടി ഞങ്ങൾ അതിനകത്ത് ജീവിക്കും. മുന്നിൽ ഒരു ബോർഡ് വെക്കും, എന്ത് നായുണ്ട് സൂക്ഷിക്കുക, സൈഡിൽ 2 CCTV വെക്കും, എന്ത് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആരാ നമ്മളാരാ? ദൈവമക്കളാ. കർത്താവ് വീട്ടിലോ കർത്താവ് വരുന്നത് പോകുന്ന കാണാനാണ് തോന്നുന്നു വെച്ചിരിക്കുന്നത്. എന്തിനാ വെച്ചേക്കുന്നത്? വേണം വേണ്ടിയതൊക്കെ വേണ്ടിയതാ. പക്ഷേ നമ്മുടെ വീടുകളൊക്കെ തുറക്കപ്പെട്ടിരിക്കണം. എന്തിനു വേണ്ടിയാ? ആർക്കും ഓടി ആ വീട്ടിലൊന്ന് വരണം. അങ്ങനെ ആരാണ് നമ്മുടെ വീടുകൾ. അപ്പോൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയാം, അതേകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അടുത്ത വാക്ക് പറയാം, മനുഷ്യൻ സ്വസ്നേഹികളായിട്ട് തീരും. അങ്ങനെ ആയിത്തീർന്നോ ദൈവമക്കളെ? നമ്മൾ ആയിത്തീർന്നു. നമ്മൾ അങ്ങനെ ആയിത്തീർന്നത് കൊണ്ടാണ് നമ്മളിൽ ചുരുങ്ങിയത്, നമ്മൾ 4 പേരിരിക്കുന്ന വാഹനത്തിൽ ചുരുങ്ങിയത്. പണ്ടൊരു ജീപ്പ് നാട്ടിലുണ്ടായി, ഇവിടെ ഒരു ജീപ്പ് ഉണ്ടായിരിക്കും. ആ ജീപ്പിൽ എത്ര പേര് കയറുമായിരുന്നു? എത്ര പേര് കയറുമായിരുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, ആ ജീപ്പ് പോലെ സഹിക്കില്ല. ആ ജീപ്പിൽ കയറുന്നവരെ കണ്ടിട്ടില്ല. ആ ജീപ്പിന്റെ സൈഡ് മുഴുവൻ തൂങ്ങി നിൽക്കും, അതിന്റെ ടയറിലിരിക്കും, എല്ലാവരും ഇരുന്നായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നൊരു കാലം എത്ര പേര് കയറും? കഷ്ടിച്ച് 5 പേരെ ഇരുത്താൻ പോലും പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. വെറുതെ ടയറ് പഞ്ചറായി പോകുമെന്നുള്ള പേടിയാ. മനുഷ്യൻ കുറ്റമല്ല, എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ. കാരണം എന്താണെന്നറിയാമോ? ഈ പ്രമാണം ഇവിടെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. അയാള് മനുഷ്യർ സ്വസ്നേഹികളായിട്ട് മാറും. അന്യോന്യം സ്നേഹിക്കുന്നതിന് പകരം ശത്രുവിനെ സ്നേഹിക്കുന്നതിന് പകരം അന്യോന്യമുള്ള സ്നേഹത്തെക്കാൾ അപ്പുറമായി നമ്മൾ സ്വയത്തെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് എനിക്കിത് വേണം, എനിക്ക് വേണം, എന്റെ മക്കൾ, എന്റെ കുടുംബം, ഇതിൽ മാത്രം നമ്മൾ ചുരുങ്ങിപ്പോയി. അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് ഈ പ്രമാണം നമ്മൾ മനസ്സിലാക്കുകയെ ദൈവമക്കളായ നമ്മൾ ഒരുമിച്ച് പോകുവാൻ ഇടയായിട്ട് തീരണം. പണ്ട് കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പണ്ട് കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ, ഇന്ന് വൈകിട്ട് മീറ്റിംഗിന് ഫുഡ് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെല്ലാം ആ വീട്ടില് കാണും. അവിടെ നടന്നു പോയി അവിടെ ഇതെല്ലാം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ മടങ്ങി തിരിച്ചു വരുമായിരുന്നു. ഇന്ന് നമുക്ക് എന്താ അന്യമായി പോയത്? ആ ബന്ധങ്ങളെല്ലാം അന്യമായി പോയി. ബന്ധങ്ങളെല്ലാം ദൂരേക്ക് മാറ്റപ്പെട്ടു. ഹൃദയം കൊണ്ട് നമ്മളെല്ലാം അകന്നു പോയിരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ പൗലോസ് പറയാ, നിങ്ങൾ സ്നേഹത്തിൽ അന്യോന്യമൊക്കെ കൊടുക്കുവാൻ ഇടയായിട്ട് തീരണം. പെട്ടെന്ന് മുമ്പോട്ടേ വരട്ടെ. അപ്പോൾ അടുത്തതായിട്ട് പൗലോസ് പറയുന്ന വാക്ക്, അതിന്റെ 4ാമത്തെ ആശയം നോക്കിയേ. 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, 4-15. സ്നേഹത്തിൽ ചെയ്യാൻ പറഞ്ഞ 4-ാമത്തെ കാര്യം. അവിടെ പറയുന്ന വാക്ക് നോക്കിയേ. സ്നേഹത്തിൽ എന്ത് ചെയ്യണം? സത്യം സംസാരിക്കും. ഞാനൊന്ന് ഡിവൈഡ് ചെയ്ത് പറയാം. സ്നേഹത്തിൽ എന്നെ സംസാരിക്കാവൂ, ഞാൻ തോന്നി പറയാതിരിക്കാൻ പറ്റിയ വിഷയം. സ്നേഹത്തിൽ എന്താ പറയാവൂ? സത്യമേ പറയാവൂ. സ്നേഹത്തിലെ പറയാവൂ. സ്നേഹത്തിൽ സത്യമേ പറയാവൂ. സ്നേഹത്തിലെ പറയാവൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകിയിരിക്കുന്ന പ്രമാണമാണ് സത്യം സംസാരിക്കണം. എങ്ങനെ സംസാരിക്കണം? സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ഈ ഒട്ടുമിക്ക ആളുകൾ കള്ളതരം പറയണം. ഇപ്പൊ എല്ലാവരും ഒരു പിതാവ് അദ്ദേഹത്തിന്റെ മോനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കും മോനെ, എങ്ങനെയെങ്കിലും ഒക്കെ നന്നാക്കി തരണമെന്ന്. അപ്പൊ അവനെ എന്റെ കൂടെ ഒക്കെ കൊണ്ടു നിർത്തി ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഇങ്ങനെ ചെറുപ്പക്കാരൻ, ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ, പക്ഷെ ഇങ്ങനെ ഒത്തിരി കുസൃതിയാണ്, പലതരത്തിലുള്ള കുസൃതികളുണ്ട്. അപ്പൊ ഞാൻ കുറെ നാൾ എന്റെ കൂടെ കൊണ്ടു നിർത്തി വൈകിട്ട് ഒരു ഭക്ഷണമൊക്കെ വെച്ചിട്ട് എല്ലാം കൊടുത്തിട്ട് ഞാൻ ഇവനെ അങ്ങ് അഴിച്ചു വിടും. ഇപ്പൊ പോക്കോട്ടെന്നെങ്കിൽ വിടും. ഇവൻ പോയി കഴിയുമ്പോൾ ഞാൻ ഇവന്റെ പുറകെ, ഇവനറിയാത്ത ഒരു യാത്രയാണ് നടത്തും. ഇവൻ എവിടെയൊക്കെ പോകുന്നു ആ വഴി കൂടെ എല്ലാം ഞാൻ ഇവന്റെ പുറകെ രൂപമൊക്കെ മാറി ഇവന്റെ പുറകെ ഇങ്ങനെ പോയി പിന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ ഇവൻ പോയിട്ട് ഒരിടത്ത് പോയി നിന്നൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ മാറി എന്നിട്ട് വിളിച്ചു, എവിടാ കുറെ നേരം ആയിട്ടാ കണ്ടിട്ട് എവിടാ? ഞാൻ വീടിന് തൊട്ടിപ്പുറത്ത് നിൽക്കുക. 40 കിലോമീറ്റർ അപ്പുറയാണ് നിൽക്കുന്നത്. ഞാൻ തൊട്ടിപ്പുറത്തേക്ക് ഇത്ര അടുത്താണോ? നിൽക്കുന്ന അവിടായിട്ടാ. ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട്
സോറി അച്ഛൻ ഇവിടെ ഉണ്ടല്ലേ, ഇല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ എടാ മുഖത്ത് നോക്കി കള്ളം പറയാൻ ഒരു മടിയും ഇല്ല. ഒരുമിച്ചാൽ ഓരോ മടിയും ഇല്ലാത്ത ഒരു കാലഘട്ടം. ദൈവങ്ങളെ, ദൈവത്തിന്റെ പ്രമാണം, നമ്മോടുള്ള ദൈവിക പ്രമാണം എന്താ ചെയ്യാവുള്ളൂ? സത്യം മാത്രമേ സംസാരിക്കാവൂ. ഇനി ഒരു ഭാഗം ചേർത്ത് പൗലോസ് പറഞ്ഞു, സ്നേഹത്തിൽ സത്യം സംസാരിക്കും. ഈ ചില വീട്ടിൽ കാട്ടുപോതിലെ പോലെ ഭർത്താക്കന്മാര് അല്ലേ, കാട്ടുപോതിലെ പോലെ എന്ന് പറഞ്ഞാൽ വെറുതെ ചോദിച്ചാൽ വെട്ടി കീറിയാണ് പറയാം. ഞങ്ങളുടെ സ്കൂളിൽ അധ്യാപകരെ ഞാൻ വിളിച്ചിട്ടില്ല, അന്നേരം പിള്ളേരെ വിളിക്കുന്നത് ചിലരെ വിളിക്കുന്ന കടുവ എന്നായിരുന്നു. കടുവ വിളിക്കുന്ന കാര്യം പുള്ളി നിങ്ങളുടെ സ്കൂളിലുണ്ടോ? ഇല്ല. പല പണ്ട് പേര് വിളിക്കും. നമ്മളൊക്കെ പല അധ്യാപകരെ പേര് വിളിച്ചു. എന്തിനാ പേര് വിളിച്ചേ? അവരുടെ പേരല്ല, എന്തിനാ ഏട്ട പേര് വിളിച്ചേ? ആ നേച്ചർ വെച്ച് വിളിച്ചതാണ്. അല്ലാതെ നമുക്ക് അവരോട് വേറെ ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു ദോഷം ചെയ്തിട്ടില്ല. പക്ഷെ എടാ അങ്ങനെയാ നമ്മുടെ അടുത്ത പുള്ളി വന്ന് പ്രതികരിച്ചുകൊണ്ടിരുന്നത് കടുവ ഒരുപോലെ കടിച്ചു കയറാൻ പോവുക. എന്ത് ചോദിച്ചാലും കടിച്ചു കയറും. ഇതിങ്ങനെയാ ചില വീടുകളിലെ അവസ്ഥ, ചില സഭകളിലും. പിന്നെ ഞാൻ ഒരിക്കലും ചർച്ച ചെയ്യുന്നു, ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര തീവ്രമായ വാക്കാണ്. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ആ വാക്ക് വളരെ ചീത്തയായ ഒരു വാക്കാണ്. അപ്പൊ ഞാൻ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോയിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ഒന്ന് വരാമോ എന്ന് മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞേ, ഈ കഥ ഒന്നുകൂടി മാറ്റിയാൽ നല്ലത്. എത്ര തവണയും ആരാധനയ്ക്ക് പറഞ്ഞു, ആരാധനയോ കഴിഞ്ഞ് പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞു ചോദിച്ചു. നമ്മുടെ നാട്ടിൽ ഇത് വളരെ മോശമാണ്. തന്നെയല്ല, ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയാം, എന്റെ പോലെ പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞിട്ടൊന്നും ചെയ്യാവുന്നില്ല, പിന്നാണ് ഇത് മാറ്റി പറയാനായിട്ട്. മനസ്സിലായോ ഞാൻ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ആ വാക്ക് പറഞ്ഞതിന് അനുതാപമല്ല വരുന്നത്, ഒരു കുറ്റമല്ല പറയുന്നത്. മറിച്ച് ഇത് പറഞ്ഞിട്ട് വിടാനും ശരിയായില്ല, പിന്നെ ഇത് പറയാതിരുന്ന ശരിയാണോ? നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ എങ്ങനെ സംസാരിക്കാവോ? സ്നേഹം. നമ്മുടെ സംസാരത്തിൽ എന്തുണ്ടാകണം? സ്നേഹമുണ്ടാകണം. ഇനി സ്നേഹത്തിൽ എങ്ങനെ സംസാരിക്കാവൂ? സത്യം മാത്രമേ പറയാം. ധാരാളം വേദഭാഗങ്ങൾ ഈ ആശയത്തോട് ചേർത്ത് വയ്ക്കാറുണ്ട്. 4-ാം അധ്യായത്തിൽ 20-ാം വാക്യം വായിച്ചേ, 4:20. മറ്റൊരാൾ കൊലോസ്യർ ലേഖനം 4:6 വായിച്ചേ, കൊലോസ്യർ 4:6. മതി. കർത്താവ് യേശുവിൽ സത്യമുള്ളതുപോലെ ചേർത്ത് പറയുക, സത്യമുള്ളതുപോലെ. അപ്പൊ കർത്താവ് എന്താ ഉണ്ടായിരുന്നത്? നിങ്ങൾ നോക്കിയോ, 3.5 വർഷത്തെ പരസ്യ ജീവിതത്തെ കുറിച്ച് രേഖപ്പെടുത്തിയ സുവിശേഷം പരിശോധിച്ചാൽ ഒരിടത്ത് പോലും കർത്താവ് ഒരു കളവാക്ക് പറഞ്ഞിട്ടില്ല, ഒറ്റ വാക്ക് പറഞ്ഞിട്ടില്ല. ആളുകൾ കർത്താവിന് മുമ്പിൽ കൂടിയത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്? അവർ വായിൽ നിന്ന് വീഴുന്ന ലാവണ്യ വാക്കുകൾ കേൾക്കാം. അപ്പോൾ ദൈവമക്കളെ, നമ്മുടെ വായിലൂടെ വരുന്ന വാക്കുകൾ അത് ലാവണ്യമായിരിക്കണം, അത് സ്നേഹമുള്ള വാക്കുകളായിരിക്കണം. എല്ലാം ഒന്നും പറയാൻ നമുക്ക് പറ്റില്ല, അതിനെ നമ്മൾ വേർപാടെന്ന് പറയുന്നു. മറ്റുള്ളവർ പറഞ്ഞതുപോലെ പറയാനോ അങ്ങനെ പ്രവർത്തിക്കാനോ നമുക്ക് കഴിയില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെ ആയിരിക്കണം. കൊലോസ്യർ ലേഖനം 4:6 എങ്ങനെ ഉത്തരം പറയണമെന്ന് നമ്മളുടെ വായിൽ നിന്നുണ്ട്. എങ്ങനെയാ നിങ്ങളുടെ വായിലെ വാക്കുകൾ? കൃപയോട് കൂടിയതും രുചി വരുത്തിയതായിരിക്കണം. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? കൃപയോട് കൂടിയ വാക്കുകൾ വിശദീകരിക്കില്ല. ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറഞ്ഞു എന്താ? അറിയാതെ ഉപ്പോട് ഇട്ടിട്ട് കൊടുക്കുന്നതിനെയാണോ? അല്ല. നമുക്കറിയാം, ആന്റി ഞങ്ങൾക്ക് നല്ല പ്രശ്നമൊക്കെ ഉണ്ടാക്കി എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു 4-5 കൊണ്ടൊക്കെ കറി ഉണ്ടാക്കി. അപ്പൊ ന്യായമായി ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച്, ഞാൻ കണ്ടിട്ടുള്ള അനുസരിച്ച് ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവരൊരു കാര്യം ചെയ്യും. അതെന്നറിയാമോ? ഈ സഹോദരന്മാർക്ക് അത്ര അറിയത്തില്ല. പറഞ്ഞേ ഇതെടുത്തിട്ട് ചിലത് ഉപ്പ് നോക്കി അവസാനം ഇവിടെ വരുമ്പോൾ കാണില്ല. അത് മറ്റൊരു കാര്യം. എന്നാലും ഈ ഉപ്പ് നോക്കി ഇത് ഇച്ചിരി ഇങ്ങോട്ട് ഇട്ടിട്ട് കയ്യിലേക്ക് എടുത്ത് ഒന്ന് നോക്കും. വേറെ ഒന്നിനും അല്ല നോക്കുന്നത്, ആ ഫൈനൽ നോക്കിയാണ് ഉപ്പ് കൃത്യമാണോ, കൂടിയിട്ടുണ്ടോ എന്ന് ഒന്ന് നോക്കിയ. കാരണം കുറവാണെങ്കിൽ ഒരല്പം ഇട്ട് അതിലൊന്ന് രുചി വരുത്തും. ഇനി കൂടുതലാണെങ്കിൽ ഒരു വെള്ളമെടുത്ത് ഒഴിച്ച് അതിനെ ഇതെല്ലാം നമുക്ക്. ഞാൻ ചോദിക്കേണ്ട പ്രിയപ്പെട്ടവര്, ഇതേ പ്രമാണോ പറഞ്ഞത്? നിങ്ങളുടെ വായിലെ വാക്കുകൾ എന്നായിരിക്കണം? കൃപയോട് കൂടിയതും അത് ടേസ്റ്റി ആയിരിക്കണം. അത് കേൾക്കുന്നവർക്കൊരു കൃപയുണ്ടാകണം. കേൾക്കുന്നവർ അതിനാലൊരു മാറ്റമുണ്ടാകണം. കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ അത് ഇറങ്ങിച്ചെല്ലണം. ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കണം എന്ന് വരേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും വായിൽ നിന്ന് വരേണ്ടത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന പ്രമാണം. ഇനി
വിശദീകരിക്കുന്നില്ല. 4-ാം അധ്യായം 25-ാം വാക്യം നിങ്ങൾ നോക്കിയോ. 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് ജീവിതത്തിൽ പറഞ്ഞില്ല. ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഇവിടെ നിൽക്കാൻ ഇപ്പൊ സമയമുള്ളൂ, തീരാൻ പോകുക. ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന്. ദുഃഖത്തോടെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വായിൽ നിന്ന് പലപ്പോഴും ആകാത്തത് വരുമ്പോൾ, ആകുന്നത് എന്താ ആകാത്തത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്കിങ്ങനെ പറയാം, എൻ്റെ പിതാവ് ഒരു ദുർമാർഗ്ഗം. ഞാൻ പറഞ്ഞു, എനിക്ക് വിശദീകരിക്കാൻ പോയ മണിക്കൂറുകൾ വേണ്ടി. ഞങ്ങളുടെ നാട്ടിൽ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച് പള്ളിമേടയിൽ അച്ഛനോട് ഒരുമിച്ചിരുന്ന മദ്യപിച്ച ഒരു മനുഷ്യൻ, അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ദുർമാർഗ്ഗിയായിട്ട് ജീവിച്ച് ഏറ്റവും അധപ്പതിക്കാമെന്ന് അങ്ങേറ്റം അധപ്പതിച്ച ഒരു ജീവിതം നയിച്ച മനുഷ്യനാണ് എൻ്റെ പിതാവ്. എൻ്റെ പിതാവ് ആ മദ്യപിച്ച് നടന്നതുകൊണ്ട് കുത്തും വെട്ടും എല്ലാം ഉണ്ട് തന്റെ ശരീരം. അങ്ങനെ ജീവിച്ച ഒരു ജീവിതമാണ് ഉണ്ടായത്. ദൈവദാസന്മാർ 2 പേരും ഒന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പച്ച ചാരായം വെള്ളത്തിൽ ഒഴിച്ച് കൊട്ടക്കൊടുത്ത് കളിപ്പിച്ച് മുടിപ്പിച്ച് വിട്ട മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനെയൊക്കെയുള്ള നിഷ്ഠൂര പ്രവർത്തി ചെയ്ത മനുഷ്യൻ. അദ്ദേഹം വായക്കൂടെ പറയാത്തൊരു വാക്ക് ഇല്ല, അങ്ങനെ വാക്കില്ല. അദ്ദേഹം ഒന്ന് അവിടെ കിടന്ന് ഒച്ച വെച്ചാൽ ആ വരുമോ എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ മാറിപ്പോവും, അല്ലാതെ പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യന് കഴിയത്തില്ലാത്ത അങ്ങനെ ഒരു ഗുണ്ടായസ ടൈപ്പ് ജീവിച്ച മനുഷ്യനാണ്. അല്ല, ഞാനൊരു വസ്തുത പറയാം. 1987 കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഇന്ന് 2025 ഈ ദിവസം വരെ ഞാൻ എൻ്റെ പിതാവിനുമായിരുന്ന ഒരു വാക്ക് കേട്ടില്ല. അതിനകത്തൊന്നും ആയിരുന്നത് പിന്നെ വന്നിട്ടില്ല. ഇതാണ് വാസ്തവത്തിൽ എത്തുന്ന പറയാമോ? എന്താ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ പക്ഷത്തായിരുന്നത് ഒരാളൊക്കെ പറഞ്ഞു. ഞാനിവിടെ എൻ്റെ അപ്പനെ പ്രൊമോട്ട് ചെയ്ത് നിൽക്കുമല്ല, ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് അനുഭവത്തിന് പറയാം. അതെനിക്ക് പിന്നെ പാലിക്കാൻ കഴിയില്ല, ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു മാറ്റം വന്നിട്ടില്ല. എത്ര കലുഷിതമായ പ്രശ്നം വന്നാലും ഒരിക്കലും അത് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. അതിന്റെ അർത്ഥം പറയാൻ അറിയില്ലെന്നല്ല, അതിന്റെ അർത്ഥം അങ്ങനെയുള്ള വാക്കുകളെ കുറിച്ച് പഠിച്ചിട്ടില്ലെന്നല്ല, അതിന്റെ അർത്ഥം ഹൃദയത്തിലില്ലെന്നല്ല. ഒരു പക്ഷേ ഇതെല്ലാം ഈ ജഡശരീരത്തേക്ക് ആയേക്കാം. പക്ഷെ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ആവാത്തൊന്നും വരേണ്ടിയ ഒരു നാവല്ല നമ്മുടെ നാവ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. മുഖത്തോടെ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവജനം സംസാരിക്കുന്നിടത്ത് പറയുന്ന വാക്കുകൾ എത്രയോ മോശമായ വാക്കുകൾ, പറയാൻ പാടില്ലാത്തത് ദൈവജനത്തിന്റെ അതരങ്ങളിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് ദൈവവചനത്തിന്റെ പ്രമാണം പറയുക, നിങ്ങൾ സ്നേഹത്തിൽ എന്തേ ചെയ്യാവോ? സ്നേഹത്തിൽ സത്യം മാത്രമേ സംസാരിക്കാവൂ.